ഹരേ കൃഷ്ണ. ഭാഗവതത്തിലെ സ്തുതികളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമേറിയ സ്തുതികളിൽ ഒരു സ്തുതിയാണ് കുന്തി സ്തുതി. കുന്തി ദേവി കുന്തിഭോജ മഹാരാജാവിൻ്റെ പുത്രിയായിട്ടാണ് കുന്തി ദേവി അവതരിക്കുന്നത്. കുന്തി ദേവി ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ദുർവാസാവ് മഹർഷിയുടെ അനുഗ്രഹം കുന്തി ദേവിക്കുണ്ടായി. അപ്പോൾ മഹർഷീശ്വരന്മാര് ചാതുർമാസ്യം എന്ന് പറയും, അതായത് 4 മാസക്കാലം, മഞ്ഞ്, മഴ, വല്ലാത്ത വെയില്, ഇതൊക്കെ ഉള്ള സമയങ്ങളിൽ അവര് ഈ പ്രഭുക്കളുടെ ആ വീടുകളിൽ അല്ലെങ്കിൽ കൊട്ടാരങ്ങളിലൊക്കെ വന്ന് താമസിക്കും സന്യാസിമാര്. അതില് ദുർവാസാവ് മഹർഷി കുന്തിഭോജ മഹാരാജാവിന്റെ അടുത്ത് എത്തിച്ചേർന്നു. അപ്പോൾ കുന്തിദേവിയാണ് ഈ ദുർവാസാവ് മഹർഷിയെ വേണ്ട കാര്യങ്ങളൊക്കെ നോക്കി ചുമതലയൊക്കെ ഏറ്റെടുത്തത്. കുന്തിദേവിക്കാണ് അതിന്റെ ചുമതല. ചെറിയ കുട്ടിയാ കുന്തിദേവി. അപ്പൊ ദുർവാസാവ് മഹർഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വല്ലാത്ത ദേഷ്യ. സാധാരണ ആൾക്കാരൊക്കെ തപസ് ചെയ്യുമ്പോൾ ദേഷ്യം കുറയുക ചെയ്യാച്ചാൽ അദ്ദേഹം എത്രത്തോളം തപസ് ചെയ്യുന്നുവോ അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ദേഷ്യം കൂടും. അപ്പൊ ദേഷ്യം എന്ന് പറഞ്ഞാൽ ഈ ആത്മാർത്ഥത കൂടുന്ന സമയത്താണ് നമുക്ക് ദേഷ്യം വരിക, പറയും അല്ലെ? നമ്മൾ ആരോടൊക്കെ ദേഷ്യപ്പെടുള്ളൂ? നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരോടെ നമ്മൾ ദേഷ്യപ്പെടും, അല്ലാതെ വേണ്ടാത്ത ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നമ്മൾ ദേഷ്യപ്പെടുക അങ്ങനെയല്ല. അപ്പൊ ദുർവാസാവിന് നല്ല ആത്മാർത്ഥത. അപ്പൊ അദ്ദേഹത്തിന് ഈ ദേഷ്യം ഇങ്ങനെ കൂടിക്കൂടി വരും. അപ്പൊ അത് ഈ ദേഷ്യം എല്ലാവർക്കും ഒന്നും ഇഷ്ടാവില്ല. അപ്പോ ഈ കുന്തിദേവി എന്ത് ചെയ്യും? ദുർവാസാവിന് ദേഷ്യം വരുന്നുണ്ട് എന്ന് തോന്നിയാൽ ആ ദേഷ്യം ഇല്ലാതാവാൻ എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അതൊക്കെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കും. ദുർവാസാവിന് ഇത്രയും കാലം ഒരു ദേഷ്യവും വരാതെ ആ ദുർവാസാവിനെ നോക്കാൻ കുന്തിദേവിക്ക് ഇതാ സാധിച്ചു. അതിനാണ് പ്രത്യുൽപ്പന്നമതിത്വം എന്ന് പറയും. പ്രത്യുൽപ്പന്നമതിത്വം എന്ന് പറഞ്ഞാൽ വിചാരിക്കുന്നതിന്റെ മുന്നേ കാര്യം സാധിച്ചു കൊടുക്കാനുള്ള ഒരു കഴിവ്. അതിനാണ് പ്രത്യുൽപ്പന്നമതിത്വം എന്ന് പറയും. ഇപ്പോൾ ചായ കഴിക്കണം എന്ന് ഭർത്താവ് വിചാരിക്കണതിന് മുന്നേ ചായയായിട്ട് ഭാര്യ വരുന്ന സമയത്ത് ഭർത്താവിന്റെ സന്തോഷവും അല്ലേ? അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാര്യം സാധിക്കുക, അത് ഒരു പ്രത്യേക കഴിവാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഉള്ള ഒരു കഴിവാണ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഈ കുന്തിദേവി യാതൊരു തരത്തിലുള്ള ദേഷ്യവും ദുർവാസാവിന് വരാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കുന്തിദേവി ചെയ്തു കൊടുത്തപ്പോ ദുർവാസാവ് മഹർഷി കുന്തിദേവിക്ക് കുറച്ച് വരങ്ങളൊക്കെ കൊടുത്തു. അപ്പൊ വരമൊക്കെ കിട്ടിയപ്പോ കുന്തിദേവിക്ക് സന്തോഷമായി. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ആ കുന്തിദേവി എന്ത് ചെയ്തു? വരം ഫലിക്കോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല വസ്ത്രമൊക്കെ അതാ എടുത്തെടുത്ത് സൂര്യൻ ഉദിക്കുന്നതിന്റെ മുന്നേ ഉദയസൂര്യൻ വരുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ആകാശത്തുള്ള ആ സൂര്യ ഭഗവാനെ കണ്ടു. രാജകുമാരനായിട്ടിരിക്കുന്ന സൂര്യനെ കൈകൊണ്ട് വിളിച്ചു. അങ്ങനെ ആദ്യത്തെ വരം സൂര്യനെ വിളിച്ചപ്പോൾ തന്നെ സൂര്യൻ ദാ വന്നു എന്ന് മാത്രമല്ല, സൂര്യന്റെ പുത്രനായി ഈ കുന്തിദേവിയില് ഒരു ഉണ്ണി ഉണ്ടായി. ആ ഉണ്ണിയുടെ പേരാണ് കർണൻ. അങ്ങനെ കുന്തിദേവിക്ക് ആദ്യമായിട്ടുണ്ടായ പുത്രനാണ് കർണൻ. അത് വിവാഹമൊക്കെ കഴിഞ്ഞതിന് മുന്നെയാണ്. അങ്ങനെ ആ കർണൻ ഇപ്പോ താമസിക്കുന്നത് കുന്തിദേവിയുടെ കുട്ടികളായ പാണ്ഡവരുടെ കൂട്ടത്തിലല്ല, പിന്നെ കൗരവരുടെ കൂട്ടത്തിലാണ് വളർന്നു വരുന്നത്. പിന്നീടാണ് കുന്തിദേവി പാണ്ഡുവിനെ വിവാഹം കഴിക്കുന്നത്. അപ്പൊ പാണ്ഡുവിന് ഒരു ശാപമുണ്ട്. 2 മാനുകള് ഒരുമിച്ച് ഇരിക്കുമ്പോൾ, ഒരു ആൺമാനും പെൺമാനും കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ഒരു അസ്ത്രം അയക്കും. അപ്പോ ആ ദമ്പതികളായിരിക്കുന്ന അവര് പറയും, നടക്കും ഇങ്ങനെ ഒരു
യോഗം വരട്ടെ, അല്ലെ, ഭാര്യയെ തൊടുന്ന സമയത്ത് മരണം. അപ്പൊ അങ്ങനെ ഒരു ശാപം കിട്ടിയതായിരിക്കുന്ന ആളാണ് പാണ്ഡു മഹാരാജാവ്. അപ്പൊ കുന്തിദേവിക്ക് അങ്ങനെ ഈ ദുർവാസാവിന്റെ വരം കൊണ്ടാണ് കുട്ടികളൊക്കെ അതാ ഉണ്ടാവുന്നത്. 3 കുട്ടികൾ. ആരൊക്കെയാണ്? യുധിഷ്ഠിരൻ, ഭീമസേനൻ, അർജുനൻ. പിന്നെ പാണ്ഡു മാദ്രിയെ വിവാഹം കഴിച്ച്, അതിലും ഈ കുന്തിദേവിയുടെ സഹായം കൊണ്ടാണ്, ദുർവാസാവിൽ നിന്ന് കിട്ടിയ ഈ വരം കൊണ്ടാണ് മാദ്രിയിലും കുട്ടികൾ, മാദ്രിക്ക് പറഞ്ഞു കൊടുക്കുക വരം. അപ്പൊ അങ്ങനെ ആ മാദ്രിയും വരം പ്രയോഗിച്ചു. മാദ്രി വിളിച്ചു വരുത്തിയത് അശ്വിനി ദേവന്മാരെയാണ്. അശ്വിനി ദേവന്മാര് എന്ന് പറഞ്ഞാൽ ദേവലോകത്തുള്ള ഡോക്ടർമാരാ. ഡോക്ടർ ദസ്രൻ, ഡോക്ടർ നാസത്യൻ, 2 ആൾക്കാരാ. നാസത്യനും ദസ്രനും ഇവരാണ് അശ്വിനി ദേവന്മാര്. അശ്വിനി ദേവന്മാരില് 2 കുട്ടികളുണ്ടായി. നകുല സഹദേവന്മാര്, മാദ്രിയിലുണ്ടായ കുട്ടികൾ. പിന്നെ യമധർമ്മരാജാവിന്റെ അംശാവതാരമാണ് യുധിഷ്ഠിരൻ. വായു ഭഗവാന്റെ അംശാവതാരമാണ് ഭീമസേൻ. അതേപോലെ ഇന്ദ്രന്റെ അംശാവതാരമാണ് അർജുനൻ. അങ്ങനെ 5 കുട്ടികൾ. ഇവരെയാണ് പാണ്ഡവര് എന്ന് പറയുന്നത്. അപ്പൊ പാണ്ഡവരുടെ അമ്മയാണ് കുന്തിദേവി. കുന്തിദേവി ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛൻ വസുദേവരുടെ സഹോദരിയാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനും പാണ്ഡവരും തമ്മിലുള്ള ബന്ധം എന്താണ് ചോദിച്ചാൽ, കൃഷ്ണന്റെ അച്ഛന്റെ സഹോദരിയുടെ കുട്ടികളായ പാണ്ഡവര്. അതാണ് ഈ പാണ്ഡവരും ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിലുള്ള ഇത്രയധികം ആ ഒരു ബന്ധം. എപ്പോഴും ഇവര് തമ്മിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുക. നല്ല സ്നേഹബന്ധമാണ്. അങ്ങനെയുള്ള ആ കുന്തിദേവി തൻ്റെ ജീവിതത്തിലേക്ക് കയറി വരുന്ന പല പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ അറിയുന്ന സമയത്ത് സാക്ഷാൽ ഭഗവാനെ സ്തുതിക്കണമെന്ന് വിചാരിക്കും. പക്ഷേ സ്തുതിക്കാൻ വേണ്ടി ഭഗവാന്റെ അടുത്തേക്ക് അങ്ങോട്ട് വരുമ്പോ, ഇത് എൻ്റെ സഹോദരൻ വസുദേവരുടെ ഉണ്ണിയൊന്നുമല്ല, ഇത് സാക്ഷാൽ ഭഗവാനാണ്. അപ്പൊ ഭഗവാനോട് എന്തൊന്നില്ലാത്ത ബഹുമാനായിട്ട് മാറും. അങ്ങനെയാണ് നമ്മൾ തന്നെ നമ്മളെ വീട്ടിലെ ചിലപ്പോ നമ്മളെ കുട്ടികളെയോ അല്ലെങ്കിൽ നമ്മളെ ഭാര്യയെയോ നമ്മളെ ഭർത്താവിനെയോ ഒക്കെ അവരുടെ ആ സ്വഭാവം കണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വല്ലാതെ ബഹുമാനിക്കും. അതിപ്പോ മകനെ ബഹുമാനിക്കും, അച്ഛനും അമ്മയൊക്കെ. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബഹുമാനത്തിനനുസരിച്ച് നമ്മൾ വളർന്നു വരണം എന്ന് പറയും, അല്ലെ? എല്ലാവരും നമ്മളങ്ങനെ ബഹുമാനിക്കണം. എപ്പോഴും നമുക്ക് ബഹുമാനം എപ്പോഴേ ഉണ്ടാവുള്ളൂ? നമ്മുടെ സ്വഭാവത്തിൽ നിന്നാണ് നമുക്ക് ബഹുമാനം ഉണ്ടാവുക. നമ്മൾ നല്ല രീതിയിൽ നല്ല സ്നേഹത്തോടു കൂടി എല്ലാവർക്കും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നല്ല ധർമ്മനിഷ്ഠയോട് കൂടിയിട്ട് നമ്മളങ്ങനെ ജീവിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ ബഹുമാനിക്കും. അച്ഛനും ബഹുമാനിക്കും, അമ്മയും ബഹുമാനിക്കും, കുട്ടികളും ബഹുമാനിക്കും. എല്ലാവരും നമ്മളങ്ങനെ അതിന് കാരണക്കാരനാരാ? നമ്മളാണ്. നമ്മൾ ആ ധർമ്മനിഷ്ഠയാണ് നമുക്ക് ജീവിതത്തിൽ ബഹുമാനം ഉണ്ടാവാനുള്ള കാരണം. അങ്ങനെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ഭാവത്തില് ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെ, ഭഗവാൻ ധർമ്മനിഷ്ഠനാണ്. എവിടെ പോയി കഴിഞ്ഞാലും ഭഗവാനെ എല്ലാവരും ഇതാ ബഹുമാനിക്കും. അപ്പൊ കുന്തിദേവിക്ക് ഇപ്പൊ കൃഷ്ണന്റെ പാദങ്ങളിലേക്ക് വീണ നമസ്കരിക്കാനായിട്ട് തോന്നില്ല. കാരണം എന്താണ്? ഇത് ഭഗവാനാണ്. പക്ഷെ ആ ബന്ധം കൊണ്ട് എൻ്റെ അച്ഛൻ്റെ എൻ്റെ സഹോദരൻ്റെ മകനല്ലേ എന്നൊക്കെയുള്ള ആ സന്നികർഷ ബോധം കൊണ്ട് നമസ്കരിക്കാതെ തിരിച്ചു വരും. ഭഗവാനാണെന്ന് മനസ്സിലായാലും ബഹുമാനിക്കേണ്ട ആളാണെന്ന് മനസ്സിലായാലും നമസ്കരിക്കാതെ തിരിച്ചു പോരും. പക്ഷേ ജീവിതത്തിൽ വരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ഇതൊക്കെ ഇല്ലാതാക്കുന്നത് കൃഷ്ണനാണ് എന്ന് നന്നായിട്ട് ആ കുന്തിദേവിക്ക് അറിയാം. കാരണം ഇപ്പോൾ തന്നെ അഭിമന്യുവിന്റെ ഭാര്യയായിരിക്കുന്ന ഉത്തരാദേവിയുടെ ഉദരത്തിലേക്ക് അശ്വത്ഥാമാവ് ഒരു അസ്ത്രം അയച്ചു, ബ്രഹ്മാസ്ത്രം. അശ്വശിരസ് എന്ന പേരായിട്ടുള്ള അസ്ത്രം അയച്ചു. അവിടെ വെച്ച് ആ ഉത്തരാദേവി ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭാഗവതത്തിലെ ആദ്യത്തെ സ്തുതി എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഉത്തരാദേവിയുടെ സ്തുതിയെ.
എന്താണ്? പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. പാഹി പാഹി, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. മഹായോഗിൻ, മഹായോഗിയായിരിക്കുന്ന, യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? യോഗം സ്വീകരിച്ച ആൾക്കാരെയാണ് യോഗി എന്ന് പറയുക, അല്ലെ? എല്ലാവിധ യോഗവും എല്ലാവരും എന്തിലേക്കാ യോജിക്കേണ്ടത്? ഭഗവാനിലേക്കാണ് യോജിക്കേണ്ടത്. അങ്ങനെ മഹായോഗിയായിരിക്കുന്ന പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ നാന്യം ത്വദഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം. ഈ മൃത്യുവിൽ നിന്ന്, ഈ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അന്യം, അങ്ങയിൽ നിന്ന് അന്യമായിട്ട് ഒരാളെ എനിക്കിതാ കാണാനില്ല. അങ്ങയിൽ നിന്ന് അന്യമായിട്ട് ഒരാളും ഇല്ല എന്നെ രക്ഷിക്കാൻ എന്നുള്ള ഭാവത്തിൽ നമ്മളുടെ ഒരു പ്രാർത്ഥന ഉണ്ട്, അല്ലേ? ആ പ്രാർത്ഥനയ്ക്ക് കുറച്ച് കൂടുതൽ മനസ്സെന്ന് വരുന്ന പ്രാർത്ഥനയാണ് എന്ന് പറയും. വേറൊരാളും എന്നെ രക്ഷിക്കാനില്ല, വേറൊരാളും എന്നെ രക്ഷിക്കാനില്ല. ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ എന്നെ രക്ഷിക്കും, അച്ഛൻ രക്ഷിക്കും, അമ്മ രക്ഷിക്കും, കുട്ടികൾ രക്ഷിക്കും, ബന്ധുക്കളെ രക്ഷിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇവർക്കൊന്നും എന്നെ രക്ഷിക്കാൻ സാധിക്കില്ല, ഭഗവാന് മാത്രമേ എന്നെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു വിളിയുണ്ട്, ഭഗവാനെ വിളി. ആ വിളിയുടെ മുന്നിലാണ് സാക്ഷാൽ ഭഗവാൻ ഇത് ആവിർഭവിക്കുക എന്ന് പറയും. ഭഗവാൻ മാത്രമേ ഉള്ളൂ. എന്നാ അന്യം, ആലോചിച്ച് നോക്കൂ, അവിടെ ചേർക്കണത് അന്യം എന്നാന്നല്ല, പിന്നെയോ എന്നാ അന്യം ഇല്ല, ഭഗവാൻ അല്ലാതെ വേറൊരാളില്ല, ഉറപ്പായി ഇല്ല എന്നുള്ളതാണ് ആദ്യം പറയണത്. എന്നാ അന്യം ത്വദഭയം പശ്യ, ഇല്ല, ഭഗവാൻ അല്ലാതെ വേറൊരാളില്ല എന്നെ രക്ഷിക്കാൻ എന്നുള്ള ഭാവത്തിൽ ആ ഉത്തരാദേവിയുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ മുന്നിലാണ് സാക്ഷാൽ ഭഗവാൻ ആവിർഭവിക്കുന്നത്. ഉത്തരാദേവിയുടെ ഉദരത്തിലുള്ളതായിരിക്കുന്ന ആ കുഞ്ഞിനെ സുദർശനേന സ്വാസ്ത്രേണ സ്വാനാം രക്ഷാം യഥാത് വിഭൂ. സുദർശനേന, നല്ല ഒരു ദർശനം കൊണ്ട് തന്നെ, ഒരു നോട്ടം കൊണ്ട് തന്നെ ഉത്തരാദേവിയുടെ ഉദരത്തിലുള്ളതായിരിക്കുന്ന ആ കുഞ്ഞിനെ ഭഗവാൻ ഇതാ രക്ഷപ്പെടുത്തുന്നു, അല്ലേ? അപ്പോ ആ വിളിയുടെ പ്രാധാന്യമാണ് എന്ന് പറയും. ദേവകീ ദേവിയുടെയും വസുദേവരുടെയും ഒക്കെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. അവരുടെ ആ ദുഃഖത്തിന്റെ, പ്രയാസത്തിന്റെ അവസാനത്തെ ഘട്ടത്തിലാണ് സാക്ഷാൽ ഭഗവാൻ അവരുടെ മുന്നിൽ ആവിർഭവിക്കുന്നത്. ഇങ്ങനെ ഉത്തരാദേവിയെ ഭഗവാൻ രക്ഷിച്ചതും കൂടി കണ്ടപ്പോ ആ കുന്തിദേവി വന്ന് ഭഗവാനെ സ്തുതിക്കാനായിട്ട് ഇതാ പുറപ്പെട്ടു. അതാണ് ഭാഗവതത്തിലെ പ്രശസ്തമായിരിക്കുന്ന കുന്തി സ്തുതി. ഭാഗവത ഗ്രന്ഥം കയ്യിലുള്ള ആളുകൾക്ക് നോക്കിയിരിക്കാം. ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ മൂലഗ്രന്ഥം പ്രഥമ സ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലാണ് കുന്തി സ്തുതി വർണ്ണിക്കുന്നത്. അത് തുടങ്ങുന്നത് തന്നെ അഥ എന്നുള്ള ശബ്ദത്തോട് കൂടിയിട്ടാണ് ആരംഭിക്കുന്നത്, അല്ലെ? അപ്പൊ അധശബ്ദത്തിന്റെ പ്രത്യേകത നമ്മൾ ഇന്നലെ അനുസ്മരിച്ചു. ഭാഗവതമൊക്കെ വായിക്കുന്ന സമയത്ത് അധ എന്നുള്ള ശബ്ദത്തോട് കൂടിയിട്ട് വേണം ആരംഭിക്കുക. ഓങ്കാരത്തോട് കൂടിയിട്ട് ആരംഭിക്കുന്നതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. ഇവിടെ നോക്കൂ, പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് തന്നെ അധ എന്നുള്ള ശബ്ദത്തോട് കൂടിയിട്ടാണ്. അപ്പൊ എല്ലാ അധ്യായത്തിനും പ്രാധാന്യമുണ്ട് എന്നുണ്ടെങ്കിലും ഈ സ്തുതിയെ വർണ്ണിക്കുന്ന ഈ അധ്യായത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് കാണിക്കാനും കൂടി ആയിരിക്കാം ചിലപ്പോ ഇവിടെ അഥ എന്നുള്ള ശബ്ദത്തോട് കൂടിയിട്ട് ഈ 8ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. അഥ തേ സംവരേതാനാം സ്വാനാമുദകമിച്ഛതാം ദാതും സകൃഷ്ണാ ഗംഗായാം പുരസ്കൃത്യ യയുസ്ത്രിയാം. പുരസ്കൃത്യ യയുസ്ത്രിയ, മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ് അവര് ഈ കർമ്മങ്ങൾ, പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഗംഗാനദിയുടെ തീരത്തേക്ക് ഇതാ പോകുമ്പോ ആലോചിച്ച് നോക്കൂ, പുരസ്കൃത്യ യയു സ്ത്രീയ, സ്ത്രീകളെയാണ് മുന്നിൽ നിർത്തുന്നത്, അല്ലേ? അപ്പോ നമ്മളെ സംസ്കാരത്തില് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം കൊടുക്കുന്നുണ്ട്.
അപ്പൊ സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരോട് കൂടിയിട്ടാണ് ഈ പിതൃകർമ്മം ചെയ്യാനായിട്ട് ഇതാ പോണത്. അവരോട് കൂടിയിട്ടാണ് പിതൃകർമ്മം ചെയ്യാനായിട്ട് ഇതാ പോകുന്നത്. സ്ത്രീകളാണ് മുന്നിൽ ഇതാ നിൽക്കുന്നത്. അങ്ങനെ അവര് ആ പിതൃകർമ്മങ്ങളൊക്കെ അതാ ചെയ്ത് ഇപ്പോ കുന്തിദേവി ആ ഭഗവാനെ സ്തുതിക്കുന്നതായിരിക്കുന്ന ഭാഗം. ഇപ്പൊ കുന്തിസ്തുതിയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുക എന്ന് പറഞ്ഞത്. കുന്തിദേവി ഭഗവാന്റെ മുന്നിൽ വന്ന് സ്തുതിക്കുന്നു. അതില് 18ാമത്തെ ശ്ലോകത്തിലാണ് കുന്തിസ്തുതി ആരംഭിക്കുക. പൃഥ എന്നൊരു പേരുണ്ട് കുന്തിദേവിക്ക്. അതാണ് പാർത്ഥൻ എന്ന് ഈ അർജുനന് പേര് കിട്ടാനുള്ള കാരണം. കുന്തി ഉവാച, കുന്തിദേവി പറഞ്ഞു. എങ്ങനെയാ തുടങ്ങുന്നത് സ്തുതി? നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. നമസ്യേ, ആദ്യത്തെ 2 അക്ഷരം ശ്രദ്ധിച്ചു നോക്കൂ. എന്താണ്? നമ. നമ, നമസ്കരിക്കുക. നമസ്കരിക്കുമ്പോഴാണ് ഭഗവാന് സന്തോഷാവുക. ഇന്നലത്തെ നമ്മളുടെ ആ ഭാഗവത പ്രഭാഷണത്തിലും നമസ്കരിക്കുന്നതിൻ്റെ പ്രാധാന്യം നമ്മൾ ഇന്നലെ പറഞ്ഞു. കർദമ പ്രജാപതി ഭഗവാനെ കണ്ടതോടുകൂടി ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണ് നമസ്കരിച്ചു. ദൃഷ്ട്വാഖേ വസ്തിതം വക്ഷ ശ്രിയം കൗസ്തുഭകന്ധരം ജാതഹരിഷോപതന്മൂർധന ലബ്ധ മനോരഥ. എന്തിനാ ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണ് നമസ്കരിക്കുന്നത്? ലബ്ധ മനോരഥ. മനോരഥങ്ങളൊക്കെ സാധിക്കാൻ, ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം എന്ന് വിചാരിക്കുന്നവര് ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണ് നമസ്കരിച്ചാൽ മതി. ഇവിടെ നമസ്കരിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്തുതി ആരംഭിക്കുന്നത്. നമ, നമസ്കരിക്കുക. അപ്പൊ നമസ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനിക്കുക എന്നർത്ഥം. എങ്ങനെ വേണം ഭഗവാനെ ബഹുമാനിക്കുക? ആ നമ എന്നുള്ള പദം തിരിച്ചിട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. നമ എന്നുള്ള അക്ഷരങ്ങൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ കിട്ടുക? മന എന്ന് കിട്ടും. മനസ്സുകൊണ്ട് ഭഗവാനെ ബഹുമാനിക്കണം. അല്ലെങ്കിലും ഭഗവാൻ ഈ മനസ്സിൽ എന്താണെന്നേ നോക്കൂ. ശരീരം കൊണ്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനല്ല പ്രാധാന്യം. അവരുടെ മനസ്സ് ശുദ്ധമാണോ? ശുദ്ധമായിരിക്കുന്ന മനസ്സാണോ? ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എല്ലാ സമയത്തും ഇതാ ഉണ്ടാവും. മനസ്സിനാണ് കൂടുതൽ ഇതാ പ്രാധാന്യം. നമ, നമസ്കരിക്കണം, ബഹുമാനിക്കണം. എങ്ങനെ? മനസ്സുകൊണ്ട് എപ്പോഴും നമ്മൾ ഭഗവാനെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കണം. ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണതാ നമസ്കരിക്കുക. ഇന്ന് ആളുകൾക്ക് നമസ്കരിക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മളുടെ ഈ ശരീരാഹങ്കാരം, ശരീരാഭിമാനം ഒരിക്കലും നമ്മളെ മറ്റുള്ളവരെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല. ഞാൻ ആരാന്നാ വിചാരിച്ചത്? അല്ലെ, ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്, കയ്യിൽ കുറേ പണമുള്ള ആളാണ് എന്നുള്ള അഹങ്കാരം കൊണ്ട്, ദേഹാഭിമാനം കൊണ്ട്, അഹങ്കാരം കൊണ്ട് നമ്മൾ വീണ് നമസ്കരിക്കില്ല. അപ്പൊ നമസ്കരിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നല്ല വിനയം ഉണ്ടാവും. വിനയമുള്ള സമയത്തെ ഒരാൾക്ക് നമസ്കരിക്കാൻ സാധിക്കുള്ളൂ. ഭഗവാനെ എന്നല്ല, ഇവിടെ ഈ ലോകത്തുള്ള ആൾക്കാരെ എന്നല്ല, ഭഗവാനെ എന്നല്ല, ആരെ നമസ്കരിക്കണം എന്നുണ്ടെങ്കിലും വിനയം ഉണ്ടാവണം. ഇപ്പൊ വിനയത്തിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് പറയും അല്ലെ. അതാണല്ലോ അറിവങ്ങനെ കൂടി വരുന്ന സമയത്ത് എന്താ നമ്മൾ കാണേണ്ടത്? വൃക്ഷങ്ങളിലെ കൊമ്പില് വളർന്നു വരുന്നതായിരിക്കുന്ന പഴവർഗ്ഗങ്ങള്, കൊമ്പില് ഫലം ഉണ്ടായി കഴിഞ്ഞാൽ ആ കൊമ്പ് താഴുകയാണോ ചെയ്യുക? കൊമ്പ് പൊന്തുകയാണോ ചെയ്യുക? അല്ലെ, ആ കൊമ്പ് താഴ്ന്നു വരികയാണ് ഇതാ ചെയ്യുക. അപ്പോ അറിവ് കൂടുന്നതിനനുസരിച്ച് നല്ല വിനയം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ഇതാ ശ്രമിക്കണം. എല്ലാവരിലും ഭഗവാനെ കണ്ട് അവരൊക്കെ ഭഗവാനാണെന്നുള്ള മനോഭാവത്തോട് കൂടിയിട്ട് നമഃ, നമസ്കരിക്കുന്നതിന് തന്നെയാണ് കൂടുതൽ ഇതാ പ്രാധാന്യം. നല്ല വിനയ മനോഭാവം ഉണ്ടാവേണ്ടതാണ്. അപ്പൊ ഭഗവാനെ കാണുമ്പോൾ വീണ് നമസ്കരിക്കണം. എന്താ ഈ കൃഷ്ണനെ കാണുമ്പോൾ നമസ്കരിക്കണം എന്ന് പറയാനുള്ള കാരണം? നമസ്കരിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഭഗവാന്റെ പാദങ്ങളാണ് കാണുക പറയാം അല്ലെ. പാദങ്ങൾ. അപ്പൊ ഈ പാദത്തിന് നല്ല പ്രത്യേകത ഉണ്ട്. ഭഗവാന്റെ പാദത്തിന് നമ്മളെ പാദങ്ങളെ പോലെയല്ല ഭഗവാന്റെ പാദം അല്ലെ. എന്താ ഭഗവാന്റെ പാദത്തിന് പ്രത്യേകത? അതാണ് നാരായണീയത്തിൽ വർണ്ണിക്കും. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവരിഷദ്യുതരുകിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥ
ഉത്തിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യ സിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മിം. യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം. അത്രയധികം മധുരമുള്ളതായിരിക്കുന്ന ഭഗവാന്റെ പാദങ്ങളെ ഭഗവാൻ യോഗീശ്വരന്മാർക്ക് പോലും കാണിച്ചു കൊടുക്ക പതിവില്ല. യോഗീശ്വരന്മാരെപ്പോഴും എന്താ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്? എന്തിനായി ധ്യാനിക്കണത്? എന്തിനാ തപസ് ചെയ്യുന്നത്? ഭഗവാന്റെ പാദങ്ങളൊന്ന് കാണണേ, പാദങ്ങളൊന്ന് കാണണേ, പാദങ്ങളൊന്ന് കാണണേ. അവർക്ക് പോലും കാണിച്ചു കൊടുക്കാത്തതായ തൻ്റെ ഈ പാദങ്ങളെ ആർക്കാ കാണാൻ സാധിക്കുക? നമസ്കരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഭഗവാന്റെ പാദങ്ങളാണ് ഇതാ കാണുക. ഈ പാദങ്ങളൊക്കെ കാണുന്നതിന്റെ മുന്നേ പാദത്തിന്റെ നേരെ മുന്നിലുള്ള തിരുനഖങ്ങൾ കാണാനായിട്ട് ഇതാ സാധിക്കും, അല്ലേ? ഭഗവാന്റെ ഈ നഖത്തിനൊക്കെ ഇത്രയധികം പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ ആ നഖത്തിൽ വന്നിരിക്കുന്നത് ചന്ദ്രനാണ് എന്ന് പറയും, അല്ലെ? ചന്ദ്രനാണ് ഭഗവാന്റെ പാദത്തിന്റെ നഖത്തിൽ ഇതാ വന്നിരിക്കുന്നത്. യശോദാദേവി ഇടയ്ക്കിടയ്ക്ക് ശ്രീകൃഷ്ണ ഭഗവാന് ഓരോ കഥയും പറഞ്ഞു കൊടുത്തിട്ടാണ് രാത്രി കടത്തി ഉറക്കുക. ഒരു ദിവസം കൃഷ്ണൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ ഇതുവരെ ആകാശത്തുള്ള ആ വലിയ ചന്ദ്രനല്ലേ, ആ ചന്ദ്രനെ ഇതുവരെ ഞാൻ കണ്ടില്ല കേട്ടോ. ഇടയ്ക്ക് ആകാശത്ത് ആ ചന്ദ്രൻ വരുമ്പോ ഒന്ന് എന്നെ കാണിച്ചു തരണേ എന്ന് പറഞ്ഞു. അന്ന് പൗർണമിയാണോ എന്ന് നോക്കാതെ എന്ത് ചെയ്തു? യശോദാദേവി അന്നും കൃഷ്ണനെ കടത്തിയതാ ഉറക്കി, അല്ലെ? കണ്ടല്ലേ, ഇന്നലെ പൗർണമിയായിരുന്നു. ആ പൗർണമിയാണോ നോക്കാതെ കൃഷ്ണനെ കടത്തി ഉറക്കി ഇത്രേ. അങ്ങനെ ഇന്ന് പൗർണമിയാണെന്ന് മനസ്സിലാക്കിയപ്പോ യശോദാദേവി വേഗം ശ്രീകൃഷ്ണ ഭഗവാനെ വിളിച്ച് ഉണർത്തി, നല്ല കൈയൊക്കെ പിടിച്ച്. ഭഗവാൻ ഉറക്കൊന്നും മതിയായില്ല. ഭഗവാൻ പകുതി ഉറക്കത്തില്. എങ്ങനെ? ഈ അമ്മമാരൊക്കെ കുട്ടികളെയൊക്കെ വിഷുവിന്റെ അന്ന് കണി കാണാൻ കൊണ്ടുപോണത് പോലെ യശോദാദേവി കൃഷ്ണന്റെ കയ്യും പിടിച്ച് മെല്ലെ പുറത്തേക്ക് ഇതാ കൊണ്ടുവന്ന് ആകാശത്തുള്ള വലിയ ചന്ദ്രനെ കാണിച്ചു കൊടുത്തു. ചന്ദ്രനെ കണ്ടതോട് കൂടിയിട്ട് ചന്ദ്രൻ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ ആ ചന്ദ്രനെ നോക്കിയിട്ട് ചിരിച്ചു. ചന്ദ്രൻ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങോട്ടും ചിരിച്ചു. ചന്ദ്രൻ ഭഗവാനെ കണ്ട് ചിരിച്ചതോടുകൂടി ചന്ദ്രൻ ഇപ്പോ ആകാശത്തുനിന്ന് താഴത്തേക്ക് വീണു എന്ന് മാത്രമല്ല 10 കഷ്ണമായിട്ട് മാറി. 10 കഷ്ണമായിരിക്കുന്ന ചന്ദ്രൻ വിചാരിച്ചു, ഇനിയിപ്പോ ഞാൻ എങ്ങോട്ടാ ഭഗവാനെ പോവുക? എന്തായാലും ആകാശത്തേക്കില്ല, ഇനി എവിടെയാ ഇരിക്കേണ്ടത് എന്ന് അന്വേഷിച്ച് ഈ 10 കഷ്ണമായിരിക്കുന്ന ചന്ദ്രൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദത്തിന്റെ നേരെ മുന്നിലുള്ള തിരുനഖത്തിലാണ് ഇതാ വന്നിരിക്കുന്നത്. എന്തിനാ ഈ ചന്ദ്രൻ ഭഗവാന്റെ പാദത്തിന്റെ തിരുനഖത്തിൽ വന്നിരിക്കുന്നത് ചോദിച്ചാൽ, നഖമണി ചന്ദ്രികയാ നിരസ്തതാപേ. ആരാണോ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നത്, നമസ്കരിക്കുന്നവരുടെ എല്ലാവിധ താപങ്ങളെയും ഇല്ലാതാക്കാൻ, അവരെ ബാധിച്ചതായിരിക്കുന്ന സകലവിധ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടി ഭഗവാന്റെ പാദങ്ങളിലാണ് ഇപ്പോ ചന്ദ്രൻ വന്നിരിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ പാദത്തിന്റെ മുന്നിലുള്ള തിരുനഖത്തിൽ നിന്നും ചന്ദ്രകിരണങ്ങള് ആരുടെ ശിരസിലാണോ ആവണത്, നിരസ്തതാപേ, അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും താപങ്ങൾ ഉണ്ടാവില്ല, അസ്തമാവുന്നു. അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് എല്ലാവർക്കും അറിയാം, അല്ലെ? സൂര്യനെ കാണാതെയാകൂടൂ. ഇതേപോലെ താപങ്ങൾ ഇല്ലാതായിട്ട് തീരണോ, ദുഃഖങ്ങൾ ഇല്ലാതായിട്ട് തീരണോ, എന്ത് വേണം? ഈ ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണങ്ങട് നമസ്കരിക്കാൻ. എങ്ങനെയൊക്കെ ഭഗവാനെ നമസ്കരിക്കാൻ പറ്റുമോ, അല്ലെ? നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോണ സമയത്ത് ആൾക്കാർ നമസ്കരിച്ചു, ഒന്നും കൂടി നമസ്കരിച്ചു, ഒന്നും കൂടി നമസ്കരിച്ചു. ഇങ്ങനെ നമസ്കരിച്ച് 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 ശയനപ്രദക്ഷിണായിട്ട് അവര് ഭഗവാൻ ഇതാ നമസ്കരിക്കും, അല്ലെ? ഇങ്ങനെ നമസ്കരിക്കുമ്പോഴാണ് എല്ലാവിധ താപങ്ങളും എല്ലാവിധ പ്രയാസങ്ങളും എല്ലാവിധ ദുരിതങ്ങളും നമ്മളിൽ നിന്ന് ഇല്ലാതായിട്ട് ഇതാതിരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, കൃഷ്ണനെ കാണുന്ന സമയത്ത് ആദ്യം എന്ത് വേണം? നമസ്യേ, ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണതാ നമസ്കരിക്കൂ, നമസ്കരിക്കൂ, നമസ്കരിക്കൂ. ഇങ്ങനെ നോക്കി നിൽക്കാതെ, അല്ലെ? എന്നാ നമ്മളെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. നമ്മൾ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാലും നമസ്കരിക്കില്ല, സപ്താഹ മണ്ഡപത്തിൽ വന്നാലും നമുക്ക് നമസ്കരിക്കാൻ സാധിക്കില്ല, ഭഗവാനെ നമസ്കരിക്കില്ല എന്ന് മാത്രമല്ല ആരെ നമസ്കരിക്കില്ല. അച്ഛനെ നമസ്കരിക്കില്ല, അമ്മയെ നമസ്കരിക്കാൻ വയ്യ, അല്ലെ? ഭഗവാനെ നമസ്കരിക്കാൻ വയ്യ. ശരീരാഹങ്കാരോട് ഞാനാരാണെന്നുള്ള ഭാവത്തിലാണ് നമ്മൾ ഇതാ നിൽക്കുക. അപ്പൊ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു കഴിഞ്ഞാലുള്ള ഗുണം അസ്തതാപേ, എല്ലാവിധ ദുഃഖങ്ങളും എല്ലാവിധ ദുരിതങ്ങളും ഇല്ലാതായിട്ട് ഇതാ തീരണു. നമസ്തേ പുരുഷം. അപ്പൊ ആരെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്? പുരുഷനെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് പറയും. പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആര്യ പുരുഷൻ എന്ന് പറയാ? പുരീഷു ശേതേ ഇതി പുരുഷ എന്ന് പറയും.
ശരീരത്തിന്റെ ഉള്ളിൽ ശരീരത്തിനെ ആരാണോ നിലനിർത്തുന്നത് അയാളെയാണ് പുരുഷൻ എന്ന് പറയുക. അല്ലെ? ആ ജീവാത്മാവിനെയാണ് പുരുഷൻ എന്നതാ പറയുന്നത്. പരമാത്മാവ് എപ്പോഴാണോ ശരീരത്തിൽ ഇരിക്കുന്നത് അപ്പോൾ ആ പരമാത്മാവിന്റെ പേരാണ് ജീവാത്മാവ്. സാക്ഷാൽ ഭഗവാനെയാണ് പുരുഷൻ എന്ന് പറയുക. അപ്പൊ ഈ പുരുഷന്റെ പുറത്തുള്ളതായിരിക്കുന്ന ഈ ശരീരത്തിനാണ് എന്ത് പറയുക? സ്ത്രീ എന്നതാ പറയുക. അല്ലെ? സത്വഗുണ രജോ ഗുണ തമോ ഗുണ ഭാവത്തോടു കൂടിയ ഈ ശരീരത്തിനെ സ്ത്രീ എന്നും ശരീരത്തിനെ നിലനിർത്തുന്നതായിരിക്കുന്ന ജീവാത്മാവിനെയാണ് പുരുഷൻ എന്നതാ പറയുക. അപ്പൊ നമ്മൾ ആരെയാ നമസ്കരിക്കുന്നത്? ഒരിക്കലും ഈ ശരീരത്തിനെ അല്ല, ഈ പ്രകൃതിയെ അല്ല, നാളത്തേക്ക് ഇല്ലാതാവുന്ന ശരീരത്തിനെ അല്ല നമസ്കരിക്കുന്നത്. പിന്നെയോ ശരീരത്തിനെ നിലനിർത്തുന്നതായിരിക്കുന്ന ശരീരത്തിന്റെ ഉള്ളിലുള്ളതായ ജീവാത്മാവിനെയാണ് ഇതാ നമസ്കരിക്കുന്നത്. ആ ഭഗവാനെയാണ് ഇതാ നമസ്കരിക്കുന്നത് എന്നുള്ളൊരു ബോധം എന്ത് വേണം? നമുക്കും ഉണ്ടാവണം എന്ന് പറയും. നമസ്കാരം സ്വീകരിക്കുന്നതായിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് തോന്നണം, ഒരിക്കലും എന്നെയല്ല നമസ്കരിക്കുന്നത്, പിന്നെയോ എൻ്റെ ഉള്ളില് ചൈതന്യമായിട്ട് ഇതാ നിലനിൽക്കുന്ന ആ ജീവാത്മാവായിരിക്കുന്ന ഭഗവാനെയാണ് ഇതാ നമസ്കരിക്കണത് എന്നുള്ളൊരു ബോധം നമസ്കാരം സ്വീകരിക്കുന്നതായിരിക്കുന്ന ആളുകൾക്കും ഉണ്ടാവണം. അല്ലെ? അതിൽ എന്തുണ്ടാവും? നമുക്കും അഹങ്കാരം ഉണ്ടാവും. ഒരിക്കലും നമ്മളല്ല നമസ്കരിക്കുന്നത്. നമ്മളെ നമസ്കരിക്കുന്നതോട് കൂടിയിട്ട് നമ്മളെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആ ജീവാത്മാവിനെയാണ്, ഭഗവാനെയാണ്. അതാണ് പുരുഷം. നമസ്യേ പുരുഷം പൂർവം. ആദിപുരുഷനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാനെയാണ് നമസ്കരിക്കുന്നത്. ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകുന്ന ആളുകൾക്കറിയാം, അവിടെ ഭഗവാന്റെ തടമ്പ് കയ്യിലേക്കെടുത്ത് കേശാന്തിമാര് ശിവേലി സമയത്ത് ആനന്റെ പുറത്തേക്ക് അങ്ങോട്ട് കയറുമ്പോ മുന്നിൽ നിൽക്കുന്ന സകല ആൾക്കാരും വീണങ്ങട് നമസ്കരിക്കും. എല്ലാവരും നമസ്കരിക്കും. സകല ഭക്തന്മാരും വീണങ്ങട നമസ്കരിക്കും. അപ്പോൾ ഭഗവാന്റെ ആ വിഗ്രഹം കയ്യിലേക്ക് എടുത്ത കേശാന്തിമാർക്ക് തോന്നുക, വെറുതെ അല്ല കേട്ടോ, ഞാൻ കേമനായിട്ടാണ് ഇവരൊക്കെ അതാ എന്നെ നമസ്കരിക്കണത്. അയാളെയാണോ നമസ്കരിച്ചത് ഇപ്പോ? അല്ലെ? അയാളല്ല ഇപ്പൊ നമസ്കരിച്ചത്. അയാളെ നമസ്കരിക്കില്ല എന്നല്ല പറഞ്ഞത്. ഇപ്പൊ അയാളല്ല നമസ്കരിച്ചത്. ഇപ്പൊ ആരെയാ നമസ്കരിച്ചത്? അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ ഭഗവാനെയാണ് ഇതാ നമസ്കരിച്ചത്. ഇതേപോലെ പുരുഷനെയാണ്, ഈ ജീവാത്മാവിനെയാണ്, ഈ ഭഗവാനെയാണ് നമസ്കരിക്കുന്നത് എന്ന് നമസ്കാരം സ്വീകരിക്കുന്നതായിരിക്കുന്ന ആളുകൾക്കും ഒരു ബോധം ഉണ്ടാവണം. നമസ്തേ പുരുഷം ത്വാദ്യം. ആദ്യം ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? ആദ്യനാണ് ഭഗവാൻ എന്ന് പറയും. ആദ്യായ നമ എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെ ഒരു പേരാണ്. അല്ലെ? ആദ്യം ഈ ലോകത്താരെ ഉണ്ടായത്? സാക്ഷാൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതാണ് അഹമേവാസമേവാഗ്രേ നാന്യദ്യൽ സദസൽപരം പശ്ചാദഹം യദേതച്ച യോവശിഷ്യേത സോസ്മ്യഹം ഹൃദയാർത്ഥം യൽ പ്രതീയേത ന പ്രതീയേത ചാത്മനി തദ് വിദ്യാത് ആത്മനോ മായാം യഥാ ആഭാസോ യഥാ തമ യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ഉച്ചാവജേഷരു പ്രവിഷ്ടാനി അപ്രവിഷ്ടാനി. സാക്ഷാൽ ഭഗവാൻ ആദ്യമായിട്ട് ഈ ലോകത്ത് ഉണ്ടായ സാക്ഷാൽ ഭഗവാൻ, എന്നും നിലനിൽക്കുന്നതായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ, ആ ഭഗവാൻ ഇതാ ഇപ്പോ നമ്മളെ ശരീരത്തിലേക്ക് പ്രവേശിച്ചില്ല. ഭഗവാൻ പ്രവേശിച്ചിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ ശരീരം കൊണ്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇതാ സാധിക്കുക. എന്നാൽ ഭഗവാൻ ആ ശരീരത്തിൽ നിന്ന് അങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞാലോ ഈ ശരീരം കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് ഇതാ സാധിക്കില്ല. ഇതേപോലെ ഭഗവാൻ ശരീരത്തിലേക്ക് പ്രവേശിച്ചില്ല എന്നുള്ള ഭാവത്തോടു കൂടിയിട്ട് ഈ ലോകത്ത് ഇതാ പുരുഷനായിക്കൊണ്ട് നിലനിൽക്കുന്നു. ആദ്യനായിക്കൊണ്ട് ഈ ലോകത്ത് ഭഗവാൻ ഇതാ നിലനിൽക്കുന്നു. അങ്ങനെ പുരുഷം ത്വാദ്യം, ആദ്യനായിരിക്കുന്ന ഭഗവാനെ വീണത നമസ്കരിച്ചു. അജ്ഞാതോക്ഷജമവ്യയം ഈശ്വരം പ്രകൃതേ പരം. പിന്നെന്താ ഭഗവാന്റെ പ്രത്യേകത? പ്രകൃതേഹേ പരം. ഈ പ്രകൃതിക്കൊക്കെ പരനായിരിക്കുന്ന ആളാണ് സാക്ഷാൽ ഭഗവാൻ. പ്രകൃതി ഉണ്ടെങ്കിലും ഭഗവാനുണ്ട്, പ്രകൃതി ഇല്ലെങ്കിലും ഭഗവാനുണ്ട്. ഈ പ്രകൃതിയെ മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ്. ഭഗവാനാണ് നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്നത്. എപ്രകാരം കാളവണ്ടിക്കാരൻ തൻ്റെ കാളയുടെ മൂക്കില് കയറിട്ട്, അല്ലെ, എപ്രകാരമാണോ കാളവണ്ടിയെ നിയന്ത്രിക്കുന്നത്, ഇതേപോലെ സാക്ഷാൽ ഭഗവാൻ നമ്മളെയൊക്കെ
നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ഈ പ്രകൃതിയെ മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ്. ഈ പ്രകൃതിക്ക് പരനായിരിക്കുന്ന ആളാണ് ഭഗവാൻ. പ്രകൃതിയിൽ നിന്ന് അന്യമായി നിലനിൽക്കുന്ന ആളാണ് സാക്ഷാൽ ഭഗവാൻ. ഈ പ്രകൃതിയായിട്ട് യാതൊരു ബന്ധവും ആർക്കില്ല, ഭഗവാനിതായില്ല. അത് വാസുദേവനാണ്. ക്ഷേത്രജ്ഞ, ആത്മാ, പുരുഷ, പുരാണ ഒക്കെ ഭഗവാന് പര്യായമുണ്ട്. ക്ഷേത്രജ്ഞനാണ്. ശരീരത്തിന്റെ ഉള്ളില് ശരീരത്തിനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ്. എങ്ങനെ? പ്രവിഷ്ടാനി അപ്രവിഷ്ടാനി. ഈ ശരീരമായിട്ട് യാതൊരു ബന്ധവുമില്ല ആണ്. വിവേകാനന്ദ സ്വാമികള് വർണ്ണിക്കും, നമ്മള് ജീവിക്കുന്ന സമയത്ത് കൊട്ടത്തേങ്ങ പോലെ ആവണം ജീവിതം എന്ന് പറയും. കൊട്ടത്തേങ്ങ പോലെ ആവണം എന്ന് പറയും അല്ലെ. എന്താ കൊട്ടത്തേങ്ങയുടെ പ്രത്യേകത? ഇപ്പൊ ഗണപതി ഹോമത്തിനൊക്കെ എടുക്കുന്ന കൊട്ടത്തേങ്ങ അല്ലെ. കൊട്ടത്തേങ്ങ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അത് ഈ ചിരട്ടേന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും ചിരട്ടയായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അതന്നെ, ചിരട്ടയായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അങ്ങനെ ആയിരിക്കണം ജീവിതം. നമ്മള് അച്ഛനാണ്, അമ്മയാണ്, ഭാര്യയാണ്, കുട്ടികളാണ്, ബന്ധുക്കളാണ്, ജോലിക്കാരാണ്, പലതരത്തിലുള്ള ഉത്തരവാദിത്വങ്ങളും എനിക്കുണ്ട്. ആ ഉത്തരവാദിത്വത്തിനൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ നിലനിർത്തുക. പക്ഷേ എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇതൊന്നുമല്ല. എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം? പരമാത്മാ പ്രാപ്തി മാത്രമാണ്. ഭഗവാനിലേക്ക് എത്തിച്ചേരുക, ഈശ്വരനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതിനെ മറക്കാൻ പാടില്ല. അപ്പൊ എന്ത് വേണം? കുറച്ച് വിട്ടിരിക്കണം എന്ന് പറയും. ചിരട്ടേന്ന് കുറച്ച് വിട്ടിരിക്കണുണ്ടല്ലോ ആ കൊട്ടത്തേങ്ങ അല്ലെ. ഇതേപോലെ വിട്ടിരിക്കാനായിട്ട് ഇതാ സാധിക്കണം. വല്ലാതെ അടുത്തിരുന്ന് കഴിഞ്ഞാലോ ഈ ചിരട്ടയാണ് ഞാൻ എന്ന് തോന്നും. അപ്പൊ പിന്നെ ഈ ചിരട്ടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ആരെ ബാധിക്കും? നമ്മളെ ബാധിക്കും. നാളികേരാണ് പൊട്ടണത് വിചാരിക്കുക. നാളികേരം പൊട്ടുന്ന സമയത്ത് ചിരട്ട എങ്ങനെയൊക്കെ പൊട്ടിയോ അതേപോലെ നാളികേരം പൊട്ടും. അപ്പോ ഈ ലോകത്തെ ആൾക്കാർക്ക് എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ എന്നുള്ള ആ അടുപ്പത്തിനനുസരിച്ച് അവരുടെ ദുഃഖം ആരെ ബാധിക്കുന്നു? നമ്മളെ ഇതാ ബാധിക്കുന്നുണ്ട്. ആ ദുഃഖം ബാധിക്കാതിരിക്കണോ? ഈ പ്രകൃതിക്ക് ദുഃഖത്തിനെ മാത്രമേ പ്രദാനം ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരിക്കലും സുഖത്തിനെ, ആനന്ദത്തിനെ ഈ പ്രകൃതിയിൽ നിന്ന് നമ്മൾ ഇതാ പ്രതീക്ഷിക്കണ്ട അല്ലെ. ഈ പ്രകൃതി ദുഃഖപൂരിതമാണ് എന്ന് പറയും. ദുഃഖപൂരിതമായിരിക്കുന്ന പ്രകൃതിയാകുന്ന ഈ ചിരട്ടയുടെ അടുത്ത് ഈ നാളികേരം വന്നതാ നിൽക്കുമ്പോ, കൊട്ടത്തേങ്ങതാ വന്ന് നിൽക്കുമ്പോ ചിരട്ട എങ്ങനെയൊക്കെ പൊട്ടുന്നുവോ അതേപോലെ നാളികേരം ഇതാ പൊട്ടും അല്ലേ. അപ്പോ അതിൻ്റെതായിരിക്കുന്ന ദുഃഖം ജീവിതത്തില് നമ്മളെ ഇതാ ബാധിക്കും. ആ അടുപ്പം കൊണ്ടാണ് അത് ഇതാ തോന്നുന്നത്. എന്നാ കുറച്ച് മാറി നിൽക്കുന്ന സമയത്തോ ചിരട്ട എങ്ങനെ വേണിച്ചാലും പൊട്ടിക്കോട്ടെ, എനിക്കിപ്പോ എന്താ. ചിരട്ട പൊട്ടേണ്ട സമയം ആയിക്കഴിഞ്ഞാൽ ചിരട്ട പൊട്ടും അല്ലേ. അത് ഇല്ലാതായിട്ടതാ തീരും. അതൊന്നും എന്നെ ഇതാ ബാധിക്കുന്നു. പിന്നെ കരയൊക്കെ ചെയ്യും. എങ്ങനെ കരയും? നല്ല അറിവുള്ള ആൾക്കാർ കരയും. ഭാര്യനോട് പറയും, ഭാര്യ എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ കരയും കേട്ടോ. എങ്ങനെ കരയും? വാച്ച് നോക്കി കരയും. 5 മിനിറ്റേ ഞാൻ കരയുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാകണം. എനിക്ക് യാതൊരു ബന്ധവുമില്ല. അയാളായിട്ട് എനിക്ക് എന്ത് ബന്ധമുള്ളത്? എൻ്റെ ഭാര്യയായിട്ട് എനിക്ക് എന്ത് ബന്ധം? എൻ്റെ കുട്ടികളായിട്ട് എനിക്ക് എന്ത് ബന്ധം? ഇവിടെ എൻ്റേത് എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല. ആരായിട്ടേ ബന്ധമുള്ളൂ? ഭഗവാനോട് മാത്രമേ ബന്ധമുള്ളൂ. ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്, ഓരോ കർമ്മ പ്രാരബ്ധങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് പലരും എൻ്റെ അടുത്ത് ഇങ്ങനെ അതാ വന്ന് നിൽക്കണു. ചിലവർ ഭർത്താവ് എന്ന് പറയുന്നു, ചില ആൾക്കാർ ഭാര്യ എന്ന് പറയുന്നു, ചില ആൾക്കാർ കുട്ടികൾ എന്ന് പറയുന്നു, ചില ആൾക്കാർ ബന്ധുക്കൾ എന്ന് പറയുന്നു അല്ലെ. അതൊക്കെ ഓരോ കർമ്മ ബന്ധങ്ങളാണ്. എങ്ങനെ? ഓഖേന വ്യൂഹ്യമാനാനാം പ്ലവാനാം സ്രോതസോ യഥാ എന്ന് പറയും. ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഈ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുമ്പോ ചില ഈ മരക്കഷ്ണങ്ങളൊക്കെ ഒരുമിച്ച് കൂടും. ഇത്രേ ചില മരക്കഷ്ണങ്ങളൊക്കെ ഒരുമിച്ച് കൂടും അല്ലേ. എത്ര നേരമേ ഉള്ളൂ? കുറച്ചു നേരമേ ഉള്ളൂ. കുറച്ചു നേരം കഴിഞ്ഞാൽ ആ മരക്കഷ്ണങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതാ പോവും. ഇതേപോലെ ഈ ലോകത്ത് നമ്മുടെ ജീവിതം, നമുക്കൊരു മനുഷ്യ ശരീരം ഭഗവാൻ തരുന്ന സമയത്ത് കഴിഞ്ഞ ജന്മത്തിലൊക്കെ ബന്ധമുള്ള ഓരോ ആൾക്കാർ, ചിലവരെ അച്ഛൻ എന്ന് പറഞ്ഞു, ചില ആൾക്കാർ അമ്മ എന്ന് പറഞ്ഞു, ചില ആൾക്കാർ ഭാര്യ എന്ന് പറഞ്ഞു. കുറച്ചു കാലമൊക്കെ ഭാര്യയായിട്ട് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, മതി ഇട്ടോ മനുഷ്യ, നീ ഞാൻ ഡാറ്റ പറഞ്ഞു പോവുക. കഴിഞ്ഞു. ആ കർമ്മ പറയാനത്തെ കഴിഞ്ഞു. അത് ഇവിടുന്ന് പോയി. ഭർത്താവ് വേറെ സ്ഥലത്തേക്ക് യാത്ര ചെയ്തു. നമ്മളിരുന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? കുട്ടികൾ അവിടെ കർമ്മപ്രാരബ്ധം കഴിഞ്ഞപ്പോൾ ആ കുട്ടികൾ ഈ ലോകത്തുനിന്ന് ഇതായി യാത്രയായി. നമ്മൾ ഇവിടുന്ന് കരണ്ട് കാര്യമില്ല. അത്രേ ഉള്ളൂ. നമ്മളെ കൂട്ടത്തിൽ താമസിക്കാനുള്ള ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ജന്മത്തിലെ പ്രാരബ്ധം. എങ്ങനെ? ഇപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ 1000 ഉറുപ്പിക ഒരാളോട് കടം വാങ്ങി.
കടം കിട്ടിയപ്പോൾ ഉറപ്പിച്ചു, കൊടുക്കില്ല ഞാൻ. കൊടുക്കില്ല, എന്തേ വേണിച്ചാ കേസ് കൊടുത്തോട്ടെ, ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ് മരിക്കുന്നത് വരെ കൊടുത്തില്ല. മരിക്കുന്നത് വരെ കൊടുത്തില്ല. പക്ഷെ ഒന്നുണ്ട്, വേറെ ഒരാൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആരാ എഴുതി വെച്ചത്? 200 പേജിന്റെ പുസ്തകത്തില് ഭഗവാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഇയാള് 1000 ഉറുപ്യ വാങ്ങി അത് കൊടുക്കാതെയാണ് മരിച്ചത്. അടുത്ത ജന്മത്തിലോ കടം വാങ്ങിയ ആളും കടം കൊടുത്തിയ ആളും കൂടി അച്ഛനും മകനും ആയിട്ട് ജനിച്ചു. അങ്ങനെ മകൻ ഇങ്ങനെ വളർന്നു വന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു 150 രൂപ വേണമെന്ന് പറഞ്ഞു. കൊടുത്തു. 150 റുപ്യ. എന്തൊരു സ്നേഹത്തോട് കൂടിയിട്ടാ കൊടുക്കണത് അല്ലേ? ഭഗന് പുസ്തകം വായിച്ചു കൊടുക്കാൻ എത്ര സ്നേഹത്തോട് കൂടിയിട്ടാ കൊടുക്കണത്. ഏത് 150 രൂപയാ കൊടുക്കണത്? കഴിഞ്ഞ ജന്മത്തില് 1000 റുപ്യ വാങ്ങിയതിന്റെ അതാണ് 150 രൂപ. അപ്പൊ 150 രൂപ കഴിഞ്ഞു. പിന്നെ ഒരു 500 റുപ്യ വേണമെന്ന് പറഞ്ഞു, 500 റുപ്യ കൊടുത്തു. അപ്പൊ 750 റുപ്യ കടം തീർന്നു അല്ലേ? എപ്പോഴാണോ ഈ 1000 രൂപ കടം തീരുന്നത്, അതോടുകൂടി പകൽ എന്ത് ചെയ്തു? ടാറ്റ പറഞ്ഞു, ശരി കേട്ടോ അച്ഛാ, എനിക്കിനി ലണ്ടനിൽ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുക. കഴിഞ്ഞു. അവിടെ പോയി ഏതോ ഒരു കല്യാണം കഴിച്ച് അല്ലെങ്കിൽ ഏതോ ഒരു ആൾക്കാരുടെ കൂട്ടത്തിൽ പിന്നെ ജന്മത്ത് ഇയാളായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ തൻ്റെ മകൻ തന്നെ നോക്കണില്ല. ഞാൻ ഇതുവരെ നോക്കിക്കൊണ്ടോന്നില്ലേ, ഭഗവാനെ തിരുമേനിയെ കണ്ടില്ലേ, എന്നെ നോക്കണില്ല കേട്ടോ, എന്നെ നോക്കണില്ല കേട്ടോ എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഇരുന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? അവരെല്ലാ കാരണക്കാര് അല്ലെ? ആരാ കാരണക്കാര്? നമ്മളാണ്. ഇവരൊന്നുമല്ല. ഇവരോടൊക്കെ നമ്മൾ ബന്ധം ഇങ്ങനെ വല്ലാതെ ബന്ധം വെച്ച് വന്നു കഴിഞ്ഞാൽ ഈ നാളികേരം പൊട്ടണത് പോലെ വല്ലാത്തതായിരിക്കുന്ന ദുഃഖം നമുക്ക് ജീവിതത്തിൽ അത് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എന്ത് വേണം? നാളികേരമാവാതെ പൊട്ടത്തേങ്ങ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ് അല്ലേ? എന്താ പറഞ്ഞ? അപ്പോ പൊട്ടത്തേങ്ങ ആവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പ്രകൃതിയെ പരം. ഈ പ്രകൃതിക്കൊക്കെ പരനായിട്ടുള്ള സാക്ഷാൽ ഭഗവാൻ ജീവാത്മാവായിക്കൊണ്ട് നമ്മളെ ശരീരത്തിനുള്ളിലതായിരിക്കുന്നുണ്ട്. ആ ജീവനാണ് ഞാൻ എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹി അവസ്ഥിതം. എങ്ങനെ? ഈ കുടത്തിന്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആകാശത്തിന് ഘടാകാശം എന്നും അതിന്റെ പുറത്തുള്ളതായിരിക്കുന്ന ആകാശത്തിന് ബഹിരാകാശം എന്നും ഇതാ പറയും അല്ലെ? ബഹിരാകാശം, ഘടാകാശം. പരമാത്മാവ്, ജീവാത്മാവ്. ശരീരത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ അതിനെ ജീവാത്മാവ് എന്ന് പറയുന്നു. കുടം അങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞിച്ചാൽ, ഇപ്പൊ മണ്ണ് കൊണ്ടുള്ള കുടാണെന്നുണ്ടെച്ചാൽ മണ്ണിന്റെ ഒരു വികാരമാണ് കുടം എന്ന് പറയും അല്ലെ? മണ്ണിന്റെ മറ്റൊരു വികാരമാണ് ചട്ടി. അപ്പോൾ രൂപം ഉണ്ടാവുന്നതിനനുസരിച്ചാണ് അതിന് പേരുണ്ടാവുക. ഇവിടെ രൂപത്തിനും പേരിനും ഒരിക്കലും ഇതാ നിലനിൽപ്പില്ല. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ അതിന്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ജീവചൈതന്യത്തിന് ഒരു മാറ്റവും ഇതാ ഉണ്ടാവണില്ല. അലക്ഷ്യം സർവഭൂതാനം അന്തർബഹി അവസ്ഥിതം മായാജവനികാച്ഛന്നം അജ്ഞാതോക്ഷജമവ്യയം നലക്ഷ്യസേ മൂഢദൃശ നടോ നാട്യധരോ യഥ. മായാജവനികാച്ഛന്നം. മായയാകുന്ന തിരശീലയുടെ പിന്നിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ അങ്ങ് നടത്തുന്നതായിരിക്കുന്ന നാടകങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇതാ മനസ്സിലാവുന്നില്ല ഭഗവാനെ. എന്താ കാരണം? ഞങ്ങൾക്ക് ഭക്തി ഇല്ല. അത് തന്നെ അല്ലേ? അങ്ങ് ഓരോ നാടകങ്ങള് ഞങ്ങളെ കൊണ്ട് ഇതാ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തഥാ പരമഹംസാനം മുനീനാമലാത്മനം ഭക്തിയോഗ വിധാനാർത്ഥം കഥം പശ്യേ മഹിസ്ത്രീയ. ഒരു തരി പോലും ഭക്തി ഇല്ലാത്തതായിരിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കുന്ന. അപ്പൊ സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ പറയുന്ന സ്ത്രീ അല്ല. സ്ത്രീ എന്ന് പറഞ്ഞാൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം അടങ്ങിയതായ ഈ പ്രകൃതി. ഈ പ്രകൃതിയാണ് സത്യം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ പാദങ്ങളിൽ ഭക്തി ഇല്ലാത്തത് കൊണ്ട് അങ്ങയെ വേണ്ട രീതിയിൽ ഇതാ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഭഗവാനെ. പിന്നെ എന്താ അറിയ? കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. അങ്ങ് കൃഷ്ണനാണ് എന്ന് ഞങ്ങൾക്കറിയാം ഭഗവാനെ. കൃഷ്ണനാണ് എന്ന് എനിക്കറിയാം ഭഗവാനെ. അതെ, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കരിഷതി ഇതി കൃഷ്ണനാമ ചകാര എന്ന് പറയും. ആകർഷിക്കുന്നവനാണ് ദാ ഭഗവാൻ. ഒരിക്കലും ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും കൂടിയും കാണണം തോന്നും അല്ലേ?
ഒരിക്കലും കൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും കൂടിയും കാണണം തോന്നും. ഒരിക്കലും ഭഗവാന്റെ കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നെയും ഒന്നും കൂടിയും കേൾക്കണം തോന്നും. ഒരു പ്രാവശ്യം ഭാഗവത സപ്താഹത്തിന്റെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചിന്തിക്കുള്ളൂ? ഇനി എവിടെയാ സപ്താഹം, ഇനി എവിടെയാ സപ്താഹം, ഇനി എവിടെയാ കൃഷ്ണകഥകൾ കേൾക്കാനായിട്ട് ഇതാ സാധിക്കുക, അല്ലെ? ഇങ്ങനെ അത് തന്നെ ഇങ്ങനെ ഭഗവാൻ നമ്മളെ ആകർഷിക്കുന്നുണ്ട്. ആകർഷിക്കുന്നത് കൊണ്ടാണ് ഭഗവാന് കൃഷ്ണൻ എന്നുള്ള പേരിതാ കിട്ടിയത്. ഈ കുന്തിദേവി തന്നെ പറയണു, ഞാൻ അങ്ങയെ ആദ്യം കണ്ടത് എനിക്കിതാ ഇപ്പൊ ഓർമ്മ വരുന്നുണ്ട് ഭഗവാനെ. ഞാൻ എൻ്റെ ഉണ്ണി ആ അർജുനന് 2-2.5 വയസ്സായിട്ടേ ഇടും. അങ്ങനെ അർജുനനെ ഒക്കത്തെടുത്ത് കൃഷ്ണ നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അമ്പാടിയിലേക്ക് അങ്ങനെ അതാ വരുമ്പോ അന്ന് ഈ കൃഷ്ണൻ എന്തോ ഒരു വികൃതി കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യശോദാദേവി രാവിലെ ശ്രീകൃഷ്ണ ഭഗവാൻ എഴുന്നേറ്റ് വന്ന സമയത്ത് തന്നെ കണ്ടതായിരിക്കുന്ന കാഴ്ച, അമ്മ ഇന്നലെ നേരെയാക്കി വെച്ചതായിരിക്കുന്ന തൈരൊക്കെ എടുത്ത് ഒരു മൺപാത്രത്തിലേക്ക് എടുത്തു വെച്ച് നേരെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് ആ കൃഷ്ണന് വെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൈര് നന്നായിട്ട് അങ്ങനെ കടയുക അത്രേ. ശ്രീകൃഷ്ണ ഭഗവാൻ ഒന്ന് നോക്കി, എൻ്റെ ഭഗവാനെ എന്തൊരു സ്നേഹ അമ്മയ്ക്ക് എന്നോട്, കണ്ടില്ലേ എത്ര നേർത്തിയാ എനിക്ക് വേണ്ടിയിട്ട് അമ്മ എത്ര നേർത്തിയാ എഴുന്നേൽക്കണത്. എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല വസ്ത്രമൊക്കെ അതാ എടുത്തുകൊടുത്ത് ഇപ്പൊ യശോദാദേവി എന്ന് പറഞ്ഞാൽ ക്ഷൗമം വാസം പൃഥുകടിതടേ ബിഭ്രതി സൂത്രനദ്ധം പുത്രസ്നേഹസ്നുതകുജയുഗം ജാതകമ്പം ച ശുഭ്രു രജ്വാകർഷശ്രമഭുജലൽ കങ്കണോ കുണ്ടലേ ച സ്വിന്നം വക്ത്രം കപരവികളൻ മാലതീ നിർമ്മമന്ധ ക്ഷൗമം വാസം. യശോദാദേവി ഈ കൃഷ്ണൻ കാണുക, ആ ചിത്രമാണ് ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നത്. ക്ഷൗമം വാസം, വെളുത്തതായിരിക്കുന്ന വസ്ത്രമാണ് യശോദാദേവി ഇതാ എടുത്ത് ഉടുത്തത്. പൃഥുകടിതടേ, മാത്രമല്ല നല്ല തടിച്ചതായിരിക്കുന്ന ശരീരാത്ര യശോദാദേവിക്ക്. നന്ദഗോപുരം ഇടയ്ക്കിടയ്ക്ക് യശോദയോട് പറയും, യശോദേ രാത്രി ഭക്ഷണമൊക്കെ ബാക്കിയാവുക വെച്ചാൽ ബാക്കിയായിക്കോട്ടെ യശോദ, നീ എന്തിനാ പിന്നെയും എടുത്ത് കഴിക്കണത്? വെണ്ണയും പാലും ഒക്കെ അങ്ങനെ എടുത്ത് കഴിച്ച് ചില ആൾക്കാർ അങ്ങനെയാ, അവർക്ക് രാത്രി ഒന്നും ബാക്കിയാവുന്നത് ഇഷ്ടമില്ല. ഒക്കെ എടുത്ത് കഴിച്ച് നല്ല തടി ഉണ്ടാവും. സ്ത്രീ യശോദാദേവി അതെ, നല്ല തടിച്ചതായിരിക്കുന്ന സ്ത്രീയാണ് യശോദാദേവി, അല്ലെ? പൃഥുകടിതടേ ബിഭ്രതി സൂത്രനദ്ധം. ആ അരയില് വലിയതായിരിക്കുന്ന സ്വർണ്ണാഭരണം. കാരണം യശോദാദേവിയുടെ ഇവിടെ നന്ദഗോപുരയുടെ ഭാര്യയാണ് യശോദാദേവി. ആ യശോദാദേവി അരയിൽ വലിയതായിരിക്കുന്ന സ്വർണ്ണാഭരണമൊക്കെ അത് അണിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഭഗവാൻ എങ്ങനെ 2-2.5 വയസ്സ് പ്രായത്തിലുള്ള ഉണ്ണിക്കണ്ണൻ ആ അമ്മയെങ്ങനെ നോക്കിയിരിക്കുക അത്രേ. കാലിന്റെ മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട്, കയ്യിൽ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട്, തലമുടി മുഴുവനും പിന്നിലേക്ക് ഇതാ വെച്ച് കെട്ടിയിട്ടുണ്ട്, കണ്ണൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, ഗോപിക്കുറി ചാർത്തിയിട്ടുണ്ട്, കാതിലൊക്കെ വലിയ കുണ്ടലങ്ങൾ അങ്ങനെ അതാ അണിഞ്ഞിട്ടുണ്ട് യശോദാദേവി. അങ്ങനെയുള്ള അമ്മയെ ഭഗവാൻ ഒന്ന് നോക്കി നിന്നു അത്രേ. മാത്രമല്ല താന്യഗായത, കൃഷ്ണൻ ഉണ്ടായത് മുതൽ ഭഗവാൻ ചെയ്ത ഓരോരോ ലീലകളെയും പറ്റി ആ യശോദാദേവി ശ്രീകൃഷ്ണനെ പറ്റിയിട്ടുള്ള കീർത്തനങ്ങളൊക്കെ അതാ എഴുതിയിട്ടുണ്ട്. ആ കീർത്തനങ്ങളൊക്കെ പാടിക്കൊണ്ടാണ് ഇപ്പോ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുന്നത്. യശോദാദേവി പാടുന്ന പാട്ടിനനുസരിച്ച് യശോദാദേവിയുടെ പാദത്തിലുള്ള പാദസരം എങ്ങനെ താളം പിടിക്കുന്നുണ്ട്. ആ പാദസരത്തിനനുസരിച്ച് കയ്യിലുള്ള കങ്കണവും കുണ്ടലേച്ച, കയ്യിലുള്ളതായിരിക്കുന്ന വളകൾ അങ്ങനെ താളം പിടിക്കുന്നുണ്ട്. ആ വളകൾക്ക് അനുസരിച്ചാണ് യശോദാദേവി തല എങ്ങനെ അളക്കണ സമയത്ത് കാതിലുള്ള ആഭരണങ്ങൾ ഇങ്ങനെ ഇളകിടുന്നത്രേ. ഭഗവാൻ ഒന്ന് നോക്കിയത്രേ ആ അമ്മയെ, എന്തൊരു രസമായിട്ടാ അമ്മതാ ഇപ്പോ ആ തൈര് കടഞ്ഞുകൊണ്ടിരിക്കണത്, അല്ലെ? ആലോചിച്ച് നോക്കൂ, അന്ന് രാവിലത്തെ ഭഗവാന്റെ കണിയാ. എങ്ങനെയുള്ള അമ്മയെ, അല്ലെ? വെളുത്ത വസ്ത്രം. നമ്മളെ കുട്ടികളൊക്കെ നമ്മളെ അമ്മേനെ എങ്ങനെയാ കണി കാണുക എന്നുള്ളത് ആലോചിച്ചാൽ മനസ്സിലാവും. കുളിച്ച അമ്മയാണോ കുളിക്കാത്ത അമ്മയാണോ, അല്ലെ? ഇപ്പൊ ഈ യശോദാദേവിയെ ശ്രീകൃഷ്ണ ഭഗവാൻ നന്നായിട്ട് കണ്ടു എന്ന് മാത്രമല്ല, ഭഗവാൻ മെല്ലെ മെല്ലെ മുട്ടുകുത്തി പോയി അമ്മയുടെ അടുത്ത് പോയി വലത്തെ കൈ നിലത്തേക്ക് കുത്തിവെച്ച് ഇടത്തെ കൈ കൊണ്ട് ആ തൈര് കടയുന്നതായിരിക്കുന്ന കടകോല് കയ്യിലേക്ക് പിടിച്ച് ഭഗവാൻ ഒന്ന് അമ്മയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയത്രേ. അങ്ങനെ ചിരിച്ചിരിക്കുന്ന കൃഷ്ണനെ കണ്ടതോടുകൂടി ഇപ്പൊ തൈര് കടയാന്നുള്ളതൊക്കെ യശോദാദേവി മറന്നു. ആലോചിച്ച് നോക്കൂ, യശോദാദേവി പറഞ്ഞാൽ 55 വയസ്സായിട്ടാണ് യശോദയ്ക്ക് ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിച്ചത്. ആ ഉണ്ണിയെ കണ്ടതോട് കൂടിയിട്ട് യശോദാദേവി വേഗം ഭഗവാനെ കയ്യിലേക്ക് എടുത്ത് മടിയിലേക്ക് എടുത്തു വെച്ച് തമങ്കമാരൂഢമപായൽ സ്തനം
സ്നേഹസ്നുതം സസ്മിതമീക്ഷതീ മുഖം. യശോദാദേവി വേഗം ഉണ്ണിക്ക് അങ്ങനെ പാല് കൊടുക്കാനായിട്ട് പുറപ്പെടുക. അമ്മ തരുന്നതായിരിക്കുന്ന പാലങ്ങനെ വായയിൽ നിറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാൻ മെല്ലെ രണ്ട് കണ്ണുകൊണ്ടും അമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കൂത്രേ, തുറച്ചിങ്ങനെ നോക്കൂത്രേ. അമ്മയുടെ മുഖത്തേക്ക്, അമ്മയുടെ രണ്ട് കണ്ണിലേക്ക് നന്നായിട്ട് അങ്ങനെ നോക്കിക്കൊണ്ട് ആസ്വദിച്ച് പാലെങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതായ സാക്ഷാൽ ഭഗവാൻ കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ട് വെച്ചാൽ വായയിൽ നിറച്ച്, കവിളില് നിറച്ച് പാലാക്കി കഴിഞ്ഞാൽ ഭഗവാൻ ഒന്ന് ആ പാല് കഴിക്കാതെ നിറച്ച് പാലാവുന്നതോട് കൂടിയിട്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കി സസ്മിതമീക്ഷതീ മുഖം, അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒന്ന് നന്നായിട്ട് ചിരിക്കും. ചിരിക്കുന്നതോടുകൂടി കവിളിലുള്ളതായിരിക്കുന്ന പാല് മുഴുവനും പുറത്തേക്കായി. യശോദാദേവി ഇപ്പൊ എന്തുണ്ട്, ആ ഭഗവാന്റെ വായയിലൂടെ വരുന്നതായിരിക്കുന്ന പാലിലങ്ങനെ കുളിച്ച് സാ ധന്യധന്യയായ എന്തെന്നില്ലാത്തതായ ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ യശോദാദേവി അല്ലേ. അതെങ്കിലും ആലോചിച്ച് നോക്കൂ, ഒരു സ്ത്രീ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആനന്ദം, സന്തോഷം എപ്പോഴാണ് ഇത് അനുഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണയ്ക്ക് പറയും വിവാഹമൊക്കെ കഴിഞ്ഞ് ഭാര്യയോട് കൂടിയിട്ട് ജീവിച്ച് അതിൽ ആദ്യമായിട്ട് ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരെങ്കിലും ഒരാളുണ്ടായി ആ കുട്ടിയെ നന്നായിട്ട് കുളിപ്പിച്ച് ആ കുട്ടിക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അമ്മ ആ കുട്ടിക്ക് അങ്ങനെ പാല് കൊടുക്കാൻ വേണ്ടി ഇടത്തെ കയ്യിൽ ആ കുഞ്ഞിനെ അങ്ങനെ എടുത്ത് ആ കുഞ്ഞിന് പാലങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സന്തോഷത്തില് വേറെ ഒന്നും ആലോചിക്കാതെ തൻ്റെ കുഞ്ഞിന് പാലങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ അപ്പുറത്തുനിന്ന് നോക്കൂത്രേ. ആരും തൻ്റെ ഭാര്യൻ്റെ അടുത്തില്ല, തൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് ആരുമില്ല എന്ന് മനസ്സിലാവുമ്പോ ഈ കുട്ടിയുടെ അച്ഛൻ പിൻഭാഗത്ത് കൂടെ ഇങ്ങനെ വന്ന് ഈ കുഞ്ഞിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ കുഞ്ഞു വായയിൽ നിറച്ച് പാലായിക്കൊണ്ട് അമ്മയുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കി, വായയിലുള്ള പാല് നിറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചിരിക്കുകയും ചെയ്യും. തൻ്റെ ആ പാദം കൊണ്ട് അച്ഛൻ്റെ നെഞ്ഞില് മെല്ലൊന്ന് തൊടുകയും ചെയ്യും അത്രേ. അപ്പോഴാണ് ഗൃഹസ്ഥാശ്രമികളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആനന്ദം, സന്തോഷത അനുഭവിക്കുക എന്ന് പറയും. എന്നാൽ ഭഗവാനാണ് പാല് കൊടുക്കാൻ സാധിക്കണത് എന്ന് വെച്ചാലോ, സാ ധന്യ യശോദാദേവി അല്ലേ ജീവിതത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആനന്ദം അനുഭവിച്ചതായിരിക്കുന്ന സ്ത്രീ അല്ലേ. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ പാല് കൊടുച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ആനന്ദത്തോടു കൂടിയിട്ടിരിക്കുന്ന യശോദ ആലോചിച്ചു അത്ര, അല്ല അടുപ്പിൽ ഞാൻ നേരത്തെ പാല് വെച്ചിട്ടുണ്ടല്ലോ, ആ പാലങ്ങനെ പതിഞ്ഞതാ പോകുന്നുണ്ടല്ലോ. യശോദാദേവി വേഗം ശ്രീകൃഷ്ണ ഭഗവാനെ മടിയിൽ നിന്ന് താഴത്തേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് അടുക്കളയ്ക്ക് പോയി. അത് ഭഗവാൻ ഇഷ്ടമായില്ല അത്രേ. അമ്മയ്ക്ക് എന്നെക്കാൾ കൂടുതൽ സ്നേഹം അവിടെയുള്ള പാലിനോടല്ല, എപ്പോൾ കാണിച്ചിടാന്ന് പറഞ്ഞ് ദൂരത്ത് പോയി വലിയൊരു കല്ലെടുത്ത് കൊണ്ടുവന്ന് ഈ മൺപാത്രത്തിൻ്റെ മുളയ്ക്ക് എടുത്തിട്ടു എന്ന് മാത്രമല്ല, അത് പൊട്ടി അതിലുള്ള തൈര് മുഴുവനും 4 ഭാഗത്തേക്കും ആയി. ഭഗവാൻ ഒരു കാര്യം ഉറപ്പായി, ഇന്ന് എന്തായാലും അമ്മയുടെ അടുത്തുനിന്ന് ഒരു തുള്ളി പാല് പോലും കിട്ടില്ല. വിശപ്പ് സഹിക്കണ്ടേ ഭഗവാനെ, എവിടുന്ന് ആ പാല് കിട്ടുക, വെണ്ണ കിട്ടുക എന്ന് നോക്കി അകത്ത് പോയി ഇന്നലെ നേരെയാക്കി വെച്ച വെണ്ണപ്പാത്രം ഇടത്തെ കയ്യിലേക്ക് എടുത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ പുറത്തേക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പുറപ്പെടുമ്പോഴേക്കും രാവിലെ ആയില്ല. സാധാരണ കൃഷ്ണൻ എഴുന്നേൽക്കുന്ന സമയമൊന്നും ആയിട്ടില്ല. ഇന്നിപ്പോ സൂര്യൻ അങ്ങനെ ഉദിച്ചു വരുന്നേ ഉള്ളൂ അത്രേ. ഇപ്പൊ ഭഗവാൻ ആ ഉമ്മർപ്പണീന്റെ മോളെ അങ്ങനെ നിന്ന് ഇടത്തെ കയ്യിൽ വെണ്ണം. സൂര്യൻ അന്ന് രാവിലെ കണ്ട കാഴ്ച എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൃഷ്ണനെയാ സൂര്യഭഗവാൻ രാവിലെ കാണുന്നത്. ഇടത്തെ കയ്യിൽ വെണ്ണപ്പാത്രമൊക്കെ പിടിച്ച് സൂര്യന്റെ മുഖത്തേക്ക് അങ്ങനെ നോക്കി. സൂര്യൻ ഒന്ന് കണ്ടു ഭഗവാനെ. ഇന്നലെ യശോദാദേവി അലങ്കരിച്ച രൂപമൊന്നുമല്ല. കാലിന്റെ മുകളിലുള്ള പാദസരം ഒന്ന് മുകളിലും ഒന്ന് താഴത്തും, കയ്യിലുള്ള വളകൾ ഒന്ന് മുകളിലും ഒരു കയ്യിലുള്ള വള താഴത്തുമാണ് കിടക്കുന്നത്. ഇന്നലെ നല്ലൊരു പട്ടുകോണം ഉടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നേരത്തെ എഴുന്നേറ്റ് വന്നതോടുകൂടി പട്ടുകോണകത്തിന്റെ മുൻഭാഗമൊന്നും കാണുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് വാനരന്റെ വാല് പോലെ പിന്നിലേക്ക് കിടക്കുന്നുണ്ട്. കഴുത്തിലുള്ളതായിരിക്കുന്ന മാല പിന്നിലേക്ക് കിടക്കുന്നുണ്ട്. ആ ശിരസിലുള്ളതായിരിക്കുന്ന മയിൽപ്പീലി ഒരു ഭാഗത്തേക്ക് ഒടിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഗോപിക്കുറിയുടെ ഒരു ഭാഗം മാഞ്ഞു പോയിട്ടുണ്ട്. ഇടത്തെ കയ്യിൽ വെണ്ണയും പിടിച്ച് നിൽക്കുന്ന ആ കൃഷ്ണനെ സൂര്യഭഗവാൻ ഭഗവാൻ കൈകൊണ്ട് കാണിച്ചു. സൂര്യ സമയമില്ലായിട്ടാട്ടോ, പിന്നെ വരാട്ടോ എന്ന് പറഞ്ഞ് വേഗത വന്ന് ആ തൈരിന്റെ നേരെ നടുക്കിരുന്ന് ഭഗവാൻ വേഗം വെണ്ണ കഴിക്കാനായിട്ട് പുറപ്പെട്ടു. ഇടത്തെ കയ്യിൽ വെണ്ണപ്പാത്രം എടുത്ത് ഭഗവാൻ ദൂരത്തേക്ക് ഓടിപ്പോയി. അവിടെ ഒരു വലിയ ഒരലിന്റെ മുകളിൽ ഭഗവാൻ ഇരുന്ന് 2 കാലും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെച്ച് വേഗം വെണ്ണ കഴിക്കാനായിട്ട് പുറപ്പെട്ടപ്പോ ഇത് തൻ്റെ വെണ്ണയല്ല,
പിന്നെയോ ഇത് കട്ടുകൊണ്ടോന്താ. അപ്പൊ കള്ളന്മാര് നോക്കണത് പോലെ അമ്മ വരുന്നുണ്ടോ നോക്കണുണ്ട് ഭഗവാന്റെ കൂട്ടുകാര്, തത്തക്കുട്ടികള്, കുരങ്ങന്മാരൊക്കെ കൈ കാണിക്കുമ്പോൾ കുറേശ്ശെ അവർക്ക് ഇതാ കൊടുക്കണമുണ്ട്. അങ്ങനെയുള്ള ആ ഉരലിന്റെ മുകളിൽ ഇരിക്കുന്ന കൃഷ്ണനെയാണ് യശോദാദേവി വന്നതാ കണ്ടത്. ഇത്രയും യശോദയെ കണ്ടതോടുകൂടി ഭഗവാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ദൂരത്തേക്ക് ഓടിപ്പോയി. യശോദാദേവി ശ്രീകൃഷ്ണ ഭഗവാന്റെ കൈ പിടിച്ച് കയ്യിലേക്ക് ഇതാ വടിയെടുത്ത് അടിക്കാനായിട്ട് ഇതാ പുറപ്പെട്ടപ്പോ ഭഗവാൻ വിചാരിച്ചു ഇനിയിപ്പോ അമ്മയുടെ മുഖത്തേക്ക് നോക്കി കരയണ്ടേ. കരയണിച്ചാൽ എന്ത് വേണം? കണ്ണിൽ വെള്ളം വരണം. കണ്ണിൽ വെള്ളം വരാൻ എന്താ വെച്ചാൽ അമ്മ കാണാതെ വെണ്ണപ്പാത്രത്തിൽ നിന്ന് കുറച്ച് വെണ്ണ എടുത്ത് കണ്ണിൽ നന്നായിട്ട് അങ്ങനെ വെണ്ണയിൽ നിന്ന് രണ്ടിട്ട് കണ്ണുനീര് ഇങ്ങനെ വെള്ളം ഇങ്ങനെ താഴത്തേക്ക് വരുന്നുണ്ടോ സംശയം. കൃഷ്ണൻ കരയുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോ തന്റെ കയ്യിലുള്ളതായിരിക്കുന്ന വടി ഭഗവാൻ എടുത്ത് യശോദാദേവി എടുത്ത് വലിച്ചതാ അറിഞ്ഞു. അപ്പോ ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ രണ്ട് കൈയും പിടിച്ച് കയ്യിലേക്ക് വടിയെടുത്ത് നിൽക്കുന്നതായിരിക്കുന്ന ആ യശോദാദേവി, കൃഷ്ണ ഇതാണ് എനിക്കിതാ കാണാനായിട്ട് സാധിച്ചത്. ആലോചിച്ച് നോക്കൂ, ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ ബാലലീല നമ്മൾ ആകപ്പാടെ കുറച്ചു നേരം ഇവിടെ ഇരുന്ന് പറഞ്ഞോ ഇല്ലയോ സംശയം. ഈ കേട്ട് ശ്രദ്ധിച്ച ആൾക്കാരുടെ ഒക്കെ മനസ്സ് എവിടെയായിരുന്നു അല്ലെ? അത് സംശയിക്കണ്ട, ഭഗവാന്റെ അടുത്ത് തന്നെയായിരുന്നു, യശോദാദേവിയുടെ അടുത്തായിരുന്നു ശ്രദ്ധിച്ച ആൾക്കാരുടെ മനസ്സ്. പിന്നെ ഇതിങ്ങനെ കാണുന്ന സമയത്ത് ദൂരത്തേക്കൊക്കെ പോയ ആൾക്കാരുണ്ടോ, അവരുടെ മനസ്സ് എവിടെയാക്കി അറിയില്ല. ശ്രദ്ധയോട് കൂടിയിട്ട് ഇരുന്ന ആൾക്കാരുടെ മനസ്സൊക്കെ സംശയമില്ല ഭഗവാന്റെ അടുത്തായിരുന്നു ആ മനസ്സ്. അതുകൊണ്ടാണ് ഭഗവാൻ എന്ത് പേര് കിട്ടിയത്? കൃഷ്ണൻ എന്നുള്ള പേര് കിട്ടിയത്. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. അങ്ങ് കൃഷ്ണനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് യശോദാദേവി കുന്തിദേവി ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണതാ നമസ്കരിച്ചു. നമ്മളെല്ലാവരും പഠിക്കേണ്ടതായിരിക്കുന്ന ഒരു ശ്ലോകമാണ് ഈ ഭാഗവതത്തിലെ കുന്തിസ്തുതിയിലെ ഏറ്റവും പ്രശസ്തമായിരിക്കുന്ന ഈ ശ്ലോകം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. പിന്നെ നമ പങ്കജനാഭായ നമ പങ്കജമാലിനെ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാഘ്രയേ. താമരപ്പൂവിനോടാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളെ ഉപമിക്കുന്നത്. എന്താ താമരപ്പൂവിന്റെ പ്രത്യേകത? താമരപ്പൂവിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ ആ വെള്ളവും താമരപ്പൂവായിട്ട് യാതൊരു ബന്ധവും ഇല്ല അല്ലെ? നമ്മ പങ്കജമാലിനെ നമ്മ പങ്കജനേത്രായ, കണ്ണിനെ താമരപ്പൂവിനോടാണോ ഉപമിക്കുന്നത്? എന്താ ഭഗവാൻ പറഞ്ഞു തരുന്നത്? കണ്ണുകൊണ്ട് എന്ത് വേണമെന്നുണ്ടെങ്കിലും കണ്ടോളൂ, അതിൽ വല്ലാതെ ബന്ധം വെക്കണ്ട, കാരണം എപ്പോഴാ അതൊക്കെ ഇല്ലാതാവുക എന്നുള്ളത് അറിയില്ല. അതുകൊണ്ടാണ് ഭഗവാന് താമരക്കണ്ണൻ എന്നുള്ളതായ പേര് കിട്ടിയിട്ടുള്ളത്. ഇത് ദേവകി കുന്തിദേവി പറയുന്നു, യഥാ ഋഷികേശ ഖലേന ദേവകി. ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛനമ്മമാര് ദേവകി വസുദേവന്മാര് അവരനുഭവിച്ചതായിരിക്കുന്ന ഒരു ദുഃഖം, ദേവകി ദേവിയുടെ ഒക്കെ ദുഃഖം ആലോചിച്ച് നോക്കൂ. ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ദിവസമാണ് വിവാഹം. ആ വിവാഹത്തിന്റെ അന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന പല ആൾക്കാരും വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് തൻ്റെ സഹോദരൻ കംസൻ വിവാഹമൊക്കെ കഴിഞ്ഞ് ഭർത്താവിന്റെ കയ്യും പിടിച്ച് തേരിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തൻ്റെ ജ്യേഷ്ഠന്റെ കയ്യിലുള്ള വാളിന്റെ മുന്നിൽ അങ്ങനെ നിൽക്കേണ്ട ഒരവസ്ഥ അല്ലെ? സ്വാർത്ഥോന്മൂലിത സൗഹൃദം. എന്നിലുണ്ടാവുന്ന എട്ടാമത്തെ ഉണ്ണി ആ കംസന്റെ അന്തകനാണ് എന്ന് മനസ്സിലായതോടുകൂടി സ്വാർത്ഥ ഉന്മൂലിത സൗഹൃദ, ഇപ്പൊ അനുജത്തിയാണോ എന്ന് നോക്കിയില്ല, അത്ര എല്ലാവിധ സ്നേഹവും ഇല്ലാതായിട്ട് മാറി. ആ അനുജത്തിയെ കയ്യിലുള്ള വാളുകൊണ്ട് വെട്ടിക്കൊല്ലാനായിട്ട് പുറപ്പെടുന്ന ആ കംസന്റെ വാളിന്റെ മുന്നിൽ അങ്ങനെ നിൽക്കുന്ന ആ ദേവകീ ദേവിയുടെ പ്രയാസം ആലോചിച്ച് നോക്കൂ. വിവാഹമൊക്കെ കഴിഞ്ഞ് ഇവര് കാരാഗ്രഹത്തിലേക്കാണ് യാത്രയായത്. കംസേന രുദ്ധ അതിചിരം ശുചാർപ്പിത. തൻ്റെ സഹോദരനായിരിക്കുന്ന കംസനിൽ നിന്നും വരുന്നതായ പലതരത്തിലുള്ള പ്രയാസങ്ങളെ കൊണ്ട് എപ്പോഴും ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ദേവകീ ദേവി, വിമോചിതാഹം ച സഹാത്മജാ വിഭോ ത്വയൈവ നാഥേന ത്വയൈവ നാഥേന ത്വയൈവ നാഥേന മുഹുറോ വിപദ്ഗണാൽ. ഏതേത് വിഷമങ്ങൾ ദുഃഖങ്ങൾ വരുന്ന സമയത്തും ആ ദേവകീ ദേവി എന്താ ഭഗവാനോട് പ്രാർത്ഥിക്കുക? ഭഗവാനെ അങ്ങതാ എൻ്റെ അടുത്ത് എത്തിച്ചേരും. കൃഷ്ണനെ കണ്ടതോടുകൂടി എല്ലാവിധ ദുഃഖങ്ങളും ആ ദേവകീ ദേവിയിൽ നിന്ന് ഇല്ലാതായിട്ട് തീർന്നു. കുന്തിദേവിയുടെ ദുഃഖം ആലോചിച്ച് നോക്കൂ. യഥാ വിഷാൻ മഹാഗ്നേ
പുരുഷാദർശനാദസൽസഭായ വനവാസകൃച്ഛ്രത മൃഥേ മൃഥേ അനേക മഹാരഥാസ്ത്രതോ ദ്രൗണ്യസ്ത്രതശ്ചാസ്മ ഹരേഭിരക്ഷിത വിഷാൻ മഹാഗ്നേ. അല്ലെ, കുട്ടികൾക്ക് കൗരവര് വിഷം കൊടുത്തു, എന്നിട്ട് അവരെ കൊല്ലാനായിട്ട്, ആ പാണ്ഡവരെ കൊല്ലാനായിട്ട് ഇതാ പുറപ്പെട്ടു. എന്നിട്ടോ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആളാണ് ഈ ഭീമസേനൻ എന്ന് മനസ്സിലാക്കി വരുണന്റെ ആളുകള് ഭീമസേനെ തന്റെ കൊട്ടാരത്തിലേക്ക് ഇതാ കൂട്ടിക്കൊണ്ടുപോയി രസായനങ്ങൾ കൊടുത്തു. ഇരട്ടി ഗുണമുള്ളതായിരിക്കുന്ന രസായനങ്ങൾ ഇതാ കൊടുത്ത് ഇരട്ടി ശക്തിയാക്കി മാറ്റി. ഇത്രേ ഭീമസേന. ആരെ സഹായിച്ചത്? ശ്രീകൃഷ്ണ ഭഗവാനല്ലേ ആ സമയത്ത് ഇതാ അനുഗ്രഹിച്ചത്. പുരുഷാദർശനാത്. ഇവിടെ ഏകചക്ര എന്ന് പേരായിരിക്കുന്ന സ്ഥലത്ത് താമസിക്കുന്ന സമയത്ത്, അജ്ഞാതവാസ കാലത്ത്, അവിടെയുള്ള ഒരു ബ്രാഹ്മണ സ്ത്രീ പറഞ്ഞു, ഇന്ന് എൻ്റെ ഉണ്ണിയാണ് ആ ബകാസുരന് ഭക്ഷണം കൊണ്ടുപോയിട്ട് ഇതാ കൊടുക്കേണ്ടത്. അപ്പൊ കുന്തിദേവി പറഞ്ഞു, എനിക്ക് 5 കുട്ടികളുണ്ട്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഇന്ന് എൻ്റെ ഏതെങ്കിലും കുട്ടികൾ കൊണ്ടുപോയി കൊടുത്തോട്ടെ. സന്തോഷമായി ഇത്ര ആ സ്ത്രീക്ക്. കാരണം ഇവിടുന്ന് ഭക്ഷണം കൊണ്ടുപോകുന്ന സമയത്ത് ഭക്ഷണമൊക്കെ കുറെ ഉണ്ടാവും. ഭക്ഷണം മാത്രമല്ല ബകാസുരൻ കഴിക്കുക. ആരാണോ ഈ ഭക്ഷണം കൊണ്ടുവന്നത് അയാളും കൂടിയും ഭക്ഷണമാക്കി മാറ്റും. അങ്ങനെ ഭീമസേനന് സന്തോഷമായി. ഭീമസേനൻ പോയി ആ ബകാസുരനെ വധിക്കാൻ സാധിച്ചതിന്റെ കാരണവും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനല്ലേ. ദ്രൗണ്യസ്ത്രതശ്ചാസ്മ ഹരേഭിരക്ഷിത. അശ്വത്ഥാമാവിന്റെ അസ്ത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ ഉണ്ടാവാനുള്ള കാരണവും ആ സാക്ഷാൽ ഭഗവാനല്ലേ. ഭഗവാനില്ലെങ്കിൽ ഈ ദുഃഖങ്ങളൊക്കെ ഞങ്ങളതാ പിന്നെയും പിന്നെയും അനുഭവിക്കല്ലേ. വിപദസ്തന്തു നശ്വൽ. അതുകൊണ്ട് ഭഗവാനെ ഓരോരോ ദുഃഖവും ജീവിതത്തിലേക്ക് കയറി വരുന്ന സമയത്താണ് അങ്ങയെ ഞങ്ങളിതാ ഓർക്കണത്. അതുകൊണ്ട് എന്ത് വേണം? എല്ലാവിധ ആപത്തുകളും തരണേ ഭഗവാൻ, ആപത്തുണ്ടാക്കി തരണേ എന്നാണ് കുന്തിദേവി ഭഗവാനോട് ഇതാ പ്രാർത്ഥിക്കുന്നത്. ഭഗവാനെ ഓർക്കുന്ന ആപത്താണ് ജീവിതത്തിലെ ഏറ്റവും വലിയതായിരിക്കുന്ന സമ്പത്ത്. ഭഗവാനെ ഓർക്കലാണോ? അതൊരിക്കലും ആപത്തല്ല എന്ന് പറയും. ആണ് വിവേകാനന്ദ സ്വാമികൾ വർണ്ണിക്കും, നമ്മളെ ജീവിതത്തിലേക്ക് കയറി വരുന്ന ഓരോരോ ദുഃഖങ്ങളും ഭഗവാൻ ഓർമ്മപ്പെടുത്തുന്ന ഓരോ എഴുത്തുകളായിട്ട് കാണണം എന്ന് പറയും. ഓരോ ദുഃഖങ്ങൾ അങ്ങനെ കയറി വരുമ്പോ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? കൃഷ്ണ, നിന്നെ ഉപാസിക്കുന്നത് കുറച്ച് കുറഞ്ഞൂല്ലേ? ഇപ്പൊ രാവിലെ നേരത്തെ നീക്കലും ഇല്ല, കുളിക്കലും ഇല്ല, ഭാഗവതം വായിക്കലും ഇല്ല, നാമജപം ഒന്നുമില്ല. പണ്ട് അതൊക്കെ ഉണ്ടായിരുന്നു, അന്ന് യാതൊരു പ്രയാസവും ഇല്ല. ഇപ്പൊ കുറേശ്ശെ കയ്യിലേക്ക് ഇങ്ങനെ പൈസയൊക്കെ വന്നു തുടങ്ങിയതിന്റെ ശേഷേ പിന്നെ ഇപ്പൊ രാവിലെ നേരത്തെ നീക്കലില്ല, കുളിക്കലില്ല, ഒക്കെ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഓരോരോ ദുഃഖങ്ങളും ഓരോ ദുഃഖങ്ങൾ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് നമ്മൾ എന്തോർക്കണം? ഭഗവാനെ അങ്ങയെ മറന്നതാണോ കാരണം എന്നുള്ളത് ഓർക്കണം. അതാണ് കുന്തിദേവി ഭഗവാനോട് ഇതാ പ്രാർത്ഥിക്കുന്നത്. ജന്മൈശ്വര്യ ശ്രുതശ്രീഭി ഏതമാനമധഃപുമാൻ നൈവാരിഹത്യഭിധാതും വൈ ത്വാം അകിഞ്ചന ഗോചര. ജന്മം കൊണ്ടും ഐശ്വര്യം കൊണ്ടും ഞാൻ കുറെ പഠിച്ചവനാണ് എന്നുള്ള ഭാവം കൊണ്ടും കയ്യിൽ കുറെ പണമുള്ള ആളാണ് എന്നുള്ള ഭാവം കൊണ്ടും ആളുകൾക്ക് എന്തുണ്ടാവും? ഏഥമാന മദഃപുമാൻ. മതം, അഹങ്കാരം എങ്ങനെ കയറി ഇതാ വരും. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തൊന്നും സാക്ഷാൽ ഭഗവാൻ ഇതായിരിക്കില്ല. പിന്നെ ഭഗവാൻ എവിടെ ഇരിക്കുള്ളൂ? അകിഞ്ചന ഗോചരം. നല്ല വിനയുള്ളതായിരിക്കുന്ന ആളുകളിൽ, അവരുടെ അടുത്താണ്, നല്ല ഭക്തന്മാരായിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇരിക്കാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇതാ ഇഷ്ടം. അല്ലെ, രാമചന്ദ്ര പ്രഭുവിന്റെ ഒക്കെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. ഭഗവാൻ തൻ്റെ ആളാണ് എന്ന് പറഞ്ഞത് അണ്ണാരക്കണ്ണന്മാരെയൊക്കെ ഭഗവാൻ പറയും എൻ്റെ ആളാട്ടോ. അല്ലെ, ആണോ? രാമരാവണ യുദ്ധം തുടങ്ങുന്നതിന്റെ മുന്നേ ആ ലങ്കയിലേക്ക് വലിയ ഒരു പാലങ്ങനെ കല്ലുകൊണ്ട് പാലം കെട്ടാനായിട്ട് വാനരന്മാര് അവര് 2 തോളിന്റെ മുകളും പാറക്കല്ല് വെക്കുന്നുണ്ട്, ആ കക്ഷത്തിലെ പാറക്കല്ല് വെക്കുന്നുണ്ട്, തലയിൽ പാറക്കല്ല് വെക്കുന്നുണ്ട്. ഇങ്ങനെ കുറെ പാറക്കല്ല് ഒന്നിച്ചൊന്നിച്ച് എടുത്തു വെച്ച് വെള്ളത്തിലേക്ക് എങ്ങനെ എടുത്തിട്ടുണ്ട്, പിന്നെ ഓടി വരുന്നുണ്ട്, കല്ല് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോഴാണ് കുറച്ച് അണ്ണാരക്കണ്ണന്മാർക്ക് തോന്നിയത്, ചിലപ്പോൾ രാമചന്ദ്ര പ്രഭു ഈ കല്ലിന്റെ മുകളിൽ കൂടിയൊക്കെ നടന്നു പോകുമ്പോ അതിന്റെ ഇടയിലുള്ള സ്ഥലത്ത് ചിലപ്പോൾ കാലറ്റം കുടുങ്ങിയാലോ. അണ്ണാരക്കണ്ണന്മാരിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അയാൾ എല്ലാ അണ്ണാരക്കണ്ണന്മാരെയും ഒരുമിച്ച് വിളിച്ചു, ഇങ്ങോട്ട് വാ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി വെള്ളത്തിലേക്ക് ഒന്നിച്ചെടുത്ത് ചാടുന്നുണ്ട്. അവരങ്ങനെ മണലിൽ വന്നങ്ങനെ കടന്ന് ഉരുണ്ട് ശരീരത്തിൽ നിറച്ച് മണലാക്കി അവരും വേഗം ഓടി വന്ന് ഈ വാനരന്മാര് കൊണ്ടിട്ട കല്ലിന്റെ ഇടയിലുള്ള സ്ഥലത്ത് ഇങ്ങനെ മണല് നിറയ്ക്കുക. ഇത് രാമചന്ദ്ര പ്രഭു കണ്ടു അത്രേ. വേഗം ആ അണ്ണാനെ അടുത്തേക്ക് ഇതാ വിളിച്ചു വരുത്തി ഇടത്തെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് ഇടത്തെ കയ്യിൽ പിടിച്ച് കൈകൊണ്ട് ഇങ്ങനെ ഒഴിഞ്ഞിതാ കൊടുക്കുന്നു അണ്ണാരക്കണ്ണന്മാർക്ക്. അല്ലെ,
അപ്പൊ ചില വാനരന്മാരൊക്കെ അപ്പുറത്ത് ഇരുന്ന് പറയാ, കണ്ടില്ലേ ഞങ്ങൾ ഇത്രയും വെയിറ്റുള്ള ഇത്രയും കനമുള്ളതായിരിക്കും ആ കല്ലൊക്കെ പിടിച്ച് അവിടെ കൊണ്ടിട്ടിട്ടും ഭഗവാന്റെ കയ്യില് ആർക്കാ മതി ഇരിക്കാനായിട്ട് ദാസ, ഈ അണ്ണാരക്കണ്ണന്മാർക്ക്, അതാണ് ഈ അണ്ണാരക്കണ്ണന്മാര് എന്റെ ആളാണ് എന്ന് ഭഗവാൻ ഇതാ പറയുന്നു അല്ലെ. അങ്ങനെ ഭഗവാന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സേവനം നമുക്കിതാ ചെയ്തു കൊടുക്കാനായിട്ട് ഇതാ സാധിക്കുന്നുണ്ടോ, അവരെയാണ് ഭഗവാന് കൂടുതൽ ഇതാ ഇഷ്ടം. അകിഞ്ചന ഗോചരം, വിനയ മനോഭാവത്തോടു കൂടി ഭഗവത് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ, എങ്ങനെ ആത്മാർത്ഥമായിട്ട് ഭഗവത് കർമ്മങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് വെച്ചാൽ അവരിലാണ് ഭഗവാന്റെ ആ അനുഗ്രഹത ഉണ്ടാവുന്നത്. നൈവാരിഹത്യഭിധാതും വൈ ത്വാം അകിഞ്ചന ഗോചരം, അങ്ങക്കല്ലാതെ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് എന്നൊന്നും വിചാരിക്കുന്നവരുടെ അടുത്തൊന്നും സാക്ഷാൽ ഭഗവാനതാ വന്നതായിരിക്കില്ല. ഉടുപ്പിയിലെ കഥ എല്ലാവർക്കും നന്നായിട്ട് അറിയാലോ അല്ലേ. കനകദാസ് എന്ന് പേരായിട്ടുള്ള ഒരാള് ഉടുപ്പി ക്ഷേത്രത്തിൽ ഭഗവാനെ കാണാനായിട്ട് അങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് അവിടുത്തെ പണ്ഡിതന്മാരായിരിക്കുന്ന ആൾക്കാർ പറഞ്ഞു, നിനക്ക് ഇങ്ങോട്ട് കയറാനായിട്ട് ഇതാ പറ്റില്ല. അങ്ങനെ അവര് പോയിട്ട് ശ്രീകോവില് തുറന്നു നോക്കിയപ്പോ ഉടുപ്പി കണ്ണൻ നേരെ തിരിഞ്ഞിരുന്നു അത്രേ. ഇപ്പോ ഈ പൂജ വയ്ക്കുന്ന ആൾക്കാർക്ക് ഭഗവാന്റെ പൃഷ്ഠ കാണാൻ സാധിക്കുന്നത്. അവരവിടെ ഇരുന്ന് ഭഗവാനോട് പറഞ്ഞു, കൃഷ്ണ അങ്ങനെയാണോ ഇരിക്കുക, കൃഷ്ണ തിരിഞ്ഞിരിക്കുക, ഇങ്ങോട്ട് ഇരിക്കുക, ആര് കേൾക്കണു, ഭഗവാൻ കേൾക്കണില്ല. ഭഗവാൻ കൈകൊണ്ട് കാണിച്ചു, അവനെ ഇങ്ങോട്ട് വിളിക്കുക, അവനെ പുറത്തൊരാൾ കാത്തുക്കണ്ട്, അവനെ വിളി, എനിക്ക് അവനെയാണ് കാണേണ്ടത്. ആ ശ്രീകോവിലുള്ളിൽ ഇരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാൻ എന്താ പറയുന്നു അല്ലേ. എത്രയായിട്ടും ഭഗവാൻ തിരിഞ്ഞിരുന്നില്ല. ഇപ്പോഴും അതെ, ഇപ്പോഴും അത് ഉടുപ്പി ക്ഷേത്രത്തിൽ പോയിരുന്നു കഴിഞ്ഞാൽ ആ ഭഗവാനെ കാണണോ, നേരെ മുന്നിലുള്ള ശ്രീകോവിലൂടെ നോക്കിക്കഴിഞ്ഞാൽ, വാതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ പൃഷ്ഠഭാഗമാണ് ഇപ്പോഴും ഇതാ കണ്ടു തൊഴാനായിട്ട് ഇതാ സാധിക്കും. കൃഷ്ണനെ നേരിട്ട് കാണുന്നു വെച്ചാൽ നേരെ പിന്നിലുള്ള ആ ചുമരിന്റെ മുകളിൽ ഒരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിന്റെ ഉള്ളിൽ കൂടെ ഇതാ നോക്കണം. എപ്പോഴാ ദ്വാരം ഉണ്ടായത്? പിന്നെ കുറെ ഭക്തന്മാരൊക്കെ ഭഗവാനെ കാണാനായിട്ട് വന്നപ്പോ ഭഗവാൻ തന്നെ തോന്നി ഇത്രേ, എനിക്കൊന്ന് അവരെ കാണണം എന്നുള്ള ആഗ്രഹം. അപ്പൊ ഉടുപ്പി കണ്ണന്റെ കയ്യില് ഒരു കടകോല, ആ കടകോല് കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു, പിന്നിലുള്ള ആ ചുമരിന് ഒരു ചെറിയ കുത്തു കൊടുത്തു. അതോടുകൂടി അവിടെ ഒരു ദ്വാരം ഉണ്ടായി. ആ ദ്വാരത്തിലൂടെ നോക്കിക്കഴിഞ്ഞാലേ ഈ കൃഷ്ണനെ, ഈ ഭഗവാനെ നമുക്ക് കാണാനായിട്ട് ഇതാ സാധിക്കുള്ളൂ. അതിനാണ് ഭക്തിദ്വാരം എന്ന് പറയും. ഭക്തിയോട് കൂടിയിട്ട് ഭഗവാന് മുന്നിൽ ഇതാ വന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഭഗവാനെ നമുക്ക് കാണാനായിട്ട് ഇതാ സാധിത്വാം അകിഞ്ചന ഗോചരം. അകിഞ്ചന ഗോചരനാണ് സാക്ഷാൽ ഭഗവാൻ. നമോ കിഞ്ചന വിത്തായ നിവൃത്ത ഗുണവൃത്തയെ ആത്മാരാമായ ശാന്തായ കൈവല്യപതയേ നമാം ഗോപ്യാദതേ ത്വയി കൃതാഗസി ദാമതാമൽ. അങ്ങനെ ആ കുന്തിദേവി ഭഗവാനെ അതിഗംഭീരമായിട്ട് ഇതാ സ്തുതിക്കുന്നു. സ്തുതിയൊക്കെ കേട്ടു. അവസാനം ആ കുന്തിദേവി ഭഗവാനോട് പറഞ്ഞു, ഭവേസ്മിൻ ക്ലിശ്യമാനാനാം അവിദ്യാകാമകർമ്മഭി ശ്രവണ സ്മരണാരിഹാണി കരിഷ്യന്നിധി കേചന. ശ്രീകൃഷ്ണ ഭഗവാനെ നേരിട്ട് കാണണം എന്ന് വിചാരിക്കുന്നതായ ഒരാള് അവരെന്ത് ചെയ്താൽ മതി? ശൃണ്വന്തി ഗായന്തി ഗൃണന്തി അപേക്ഷണശ സ്മരന്തി നന്ദന്തി തവേഹിതം ജനാ തയേവ പശ്യന്തി. അവർക്കാണ് കൃഷ്ണനെ നേരിട്ട് കാണാനായിട്ട് ഇതാ സാധിക്കുക. ഭഗവാനെ നേരിട്ട് കാണാം. എങ്ങനെ? തൻ്റെ പുത്രനെ കാണുന്നത് പോലെ, തൻ്റെ ഒരാളെ കാണുന്നത് പോലെ കൃഷ്ണനെ നേരിട്ട് കാണണമെന്ന് വിചാരിക്കുന്ന ഒരാള് അവരെന്ത് ചെയ്യണം? ശൃണ്വന്തി, ഭഗവാന്റെ കഥകളെ ശ്രദ്ധയോട് കൂടിയിട്ട് കേട്ടിരിക്കാനുള്ള ഒരു മനോഭാവമാണ് ആദ്യം വേണ്ടത് പറയും. കഥ എങ്ങനെ പറയുന്ന സമയത്ത് കഥ കേൾക്കാൻ ആർക്കേ സാധിക്കൂ? നല്ല ഭക്തി ഉള്ളതായിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ കഥ കേൾക്കാനുള്ള ഒരു അനുഗ്രഹത്തിനെ ഭഗവാൻ ഇതാ കൊടുക്കും. എല്ലാം മറന്ന് ഭഗവാന്റെ കഥ എങ്ങനെ കേൾക്കാൻ, അതാണ് ആദ്യപടി പറയും. പിന്നെയോ ഗായന്തി, ഭഗവാന്റെ കീർത്തനങ്ങൾ അങ്ങനെ ചൊല്ലുന്നെ. പൂജാമുറിയിൽ ഇരുന്ന് ഭഗവാന്റെ തിരുനാമം ജപിക്കുക, ഭഗവാന്റെ കീർത്തനങ്ങൾ ഇങ്ങനെ പാടുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭഗവാനെ കീർത്തിക്കാം. ഭഗവാനെ കീർത്തിക്കുമ്പോഴാണ് ഭഗവാന് സന്തോഷം ഉണ്ടാവുക അല്ലേ. നമുക്ക് എപ്പോഴാണ് സന്തോഷം ഉണ്ടാവുക? നമ്മളെ കീർത്തിക്കുന്ന സമയത്ത്, നമ്മളെ പറ്റിയിട്ട് നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് നല്ല സന്തോഷം. ഇതേപോലെയാണ് ഭഗവാനും. ഭഗവാനെ പറ്റിയിട്ടുള്ള നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന കീർത്തനങ്ങൾ അങ്ങനെ ആർക്കാണോ എപ്പോഴും ചൊല്ലാനായിട്ട് ഇതാ സാധിക്കുന്നത്? ഗൃണന്തി അഭീക്ഷ്ണ സ്മരന്തി. പിന്നെയോ ഭഗവാൻ സന്തോഷിച്ചെന്ന് വെച്ചാൽ സ്മരന്തി, ഭഗവാനെ
നന്നായിട്ട് മനസ്സിലേക്ക് അങ്ങനെ സ്മരിക്കുക. ഭഗവാന്റെ രൂപത്തിനെ തന്നെ ധ്യാനിക്കാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കുക. ഭഗവാന്റെ ഓരോ കഥകളെ മനസ്സിലേക്ക് ഇങ്ങനെ ഇതാ ഓർക്കുക, അല്ലെ? ചിലപ്പോൾ 2 മണിക്കൂറും 3 മണിക്കൂറും ഒക്കെ നമ്മൾ ട്രെയിനിലും ഫ്ലൈറ്റിലും ഒക്കെ ഇരുന്ന് ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാരൊക്കെ എന്താ ചെയ്യുക? അടുത്ത ആൾക്കാരോട് വർത്തമാനം പറയും, അല്ലെങ്കിൽ മനസ്സിൽ ഇങ്ങനെ വേറെ ഓരോന്ന് ഇങ്ങനെ ഇതാ ചിന്തിക്കും. എന്നാ ഭക്തന്മാരായിരിക്കുന്ന ആൾക്കാരോ അവർക്ക് വേറെ ഒരു പരിപാടിയില്ല. അവരാ മനസ്സിലങ്ങനെ ഭഗവാന്റെ ഓരോ കഥകൾ അങ്ങനെ ഓർത്ത് ഭഗവാന്റെ ഓരോ രൂപത്തിന് സ്ഥിതം വ്രജന്തമാസീനം ശയാനം വാ ഗുഹാശയം ഇരിക്കുന്നതായിരിക്കുന്ന കൃഷ്ണനെ ധ്യാനിക്കുക. കടക്കുന്ന ഭഗവാനെ നന്നായിട്ട് ധ്യാനിക്കുക. യശോദാദേവിയുടെ ലാളനൊക്കെ ഏറ്റുകൊണ്ടിരിക്കുന്ന ആ കൃഷ്ണനെ തന്നെ മനസ്സിലേക്ക് അങ്ങനെ ധ്യാനിക്കുക. ഭഗവാന്റെ ഓരോ ലീലകളെ തന്നെ പിന്നെയും 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 മനസ്സിലേക്ക് അങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് സ്മരന്തി നന്ദന്തി തവേഹിതം ജന തയേവ പശ്യന്തി. അവർക്കാണ് ആ കൃഷ്ണനെ നേരിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. കുന്തിദേവിക്കൊക്കെ ഭഗവാനെ കാണാൻ സാധിച്ചതുപോലെ, കുറൂരമ്മയ്ക്ക് ഭഗവാനെ കാണാൻ സാധിച്ചതുപോലെ, വില്വമംഗല സ്വാമിയാർക്ക് ഭഗവാനെ കാണാൻ സാധിച്ചതുപോലെ, മാനവേദ രാജിക്ക് ഭഗവാനെ കാണാൻ സാധിച്ചതുപോലെ തയേവ പശ്യന്തി. കൃഷ്ണനെ കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇങ്ങനെ ഭഗവത് പരന്മാരായിട്ട് പരിപൂർണമായിട്ട് ഭഗവാനിലേക്ക് നമ്മളെ അങ്ങോട്ട് സമർപ്പിക്കാനായിട്ട് സാധിക്കണം. എപ്പോഴും ഭഗവാനെ തന്നെ ചിന്തിക്കുക. കാണുന്നതൊക്കെ ഹരി നാരായണായ. എന്ത് കണ്ടു കഴിഞ്ഞാൽ, ഒരു മയിൽപ്പീലി കണ്ടു കഴിഞ്ഞാൽ അപ്പൊ കൃഷ്ണനെ ഓർക്കുക. ഒരു പച്ച നിറം കണ്ടു കഴിഞ്ഞാൽ ഭഗവാനെ ഓർക്കാനായിട്ട് സാധിക്കുക. വൃന്ദാവനത്തിലെ പശുക്കളും പക്ഷികളും ഒക്കെ അല്ലെ, എന്ത് കണ്ടു കഴിഞ്ഞാലും അവർക്ക് കൃഷ്ണനായിട്ടാ തോന്നുന്നത്. ഇതേപോലെയുള്ള ഒരു മനോഭാവം നമുക്ക് വരുന്ന സമയത്താണ് തയേവ പശ്യന്തി. ആ കൃഷ്ണനെ യശോദാദേവി എങ്ങനെയാണോ കണ്ടത് അതേപോലെ നമുക്കും കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ള ആ കുന്തിദേവിയുടെ അതിഗംഭീരമായിരിക്കുന്ന സ്തുതി. അവസാനം കുന്തിദേവി എന്താ പറയുന്നത്? ഗോവിന്ദ ഗോദ്വിജ സുരാർത്തിഹരാവതാര യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ. യോഗേശ്വരനാണ് ഭഗവാൻ, അഖില ഗുരുനാഥനാണ് സാക്ഷാൽ ഭഗവാൻ. നമസ്തേ, അതാണ് നമസ്കരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതായിരിക്കുന്ന ആ സ്തുതി എങ്ങനെയാ സമർപ്പിക്കുന്നത്? നമസ്കരിക്കുക തന്നെയാണ് വേണ്ടത്. ഭഗവാന്റെ പാദങ്ങളിലേക്ക് നമസ്കരിക്കുക തന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്തുതി പറഞ്ഞ് സമർപ്പിക്കുന്നത്. ഇതാണ് കുന്തിസ്തുതിയായിട്ട് വർണ്ണിക്കുന്നത്. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിയോം. കായേന വാചാ മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി.